വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ നമ്മളെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഒട്ടനവധി സാധാരണ മനുഷ്യരുടെ വിലപ്പെട്ട ജീവനും സമ്പത്തും ഈ ദുരന്തം അപഹരിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ദുരന്ത നിവാരണത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഒരു ദുരന്തമുണ്ടായി നാളുകൾ കഴിയുമ്പോൾ അത് നേരിട്ട് ബാധിക്കാത്ത ഒരു വലിയ സമൂഹം അത് മറന്നു പോവുകയാണ് പതിവ്. അല്ലെങ്കിൽ ആ ആഘാതത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ പതിവ് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടുവരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച കേരളീയം സംഘടിപ്പിക്കുന്നത്. ഇനിയും നമുക്ക് ഇത്തരം ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ സാധ്യമായത് എല്ലാം ചെയ്യാൻ, മനുഷ്യ സാധ്യമായത് എല്ലാം ചെയ്യാൻ ഇനിയും വൈകിക്കൂടാ എന്നുള്ള തിരിച്ചറിവാണ് ഈ ചർച്ചയുടെ പ്രേരണ. ദുരന്ത നിവാരണ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം ഒട്ടനവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഡിസാസ്റ്റർ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് മുഹമ്മദ് ഇർഷാദ് ആണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ഡിസാസ്റ്റർ ഇക്കണോമിക്സ്, റിസ്ക് ഇക്കണോമിക്സ്, ഡെവലപ്മെന്റ് പ്ലാനിംഗ്, പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ്, വാട്ടർ ഗവേണൻസ്, ദുരന്തങ്ങളുടെ ചരിത്രം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം വയനാടും അല്ലെങ്കിൽ കേരളവും ഇന്ന് അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെക്കുറിച്ചും അതിൽ ദുരന്ത ലഘൂകരണത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് വയനാടിന്റെ ദുരന്തം വലിയൊരു ആഘാതമായി എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ദുരന്ത നിവാരണം അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. തുടക്കത്തിൽ വയനാട്ടിലും വിലങ്ങാടും ഉണ്ടായ ഈ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് മാഷുടെ ഒരു നിരീക്ഷണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ചർച്ച, അതും നമ്മൾ വളരെ ഗൗരവമായ ഗൗരവമായ എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്തും എല്ലാവരും, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഒരു പ്രതിസന്ധിയിൽ വളരെയേറെ ആ ഒരു പ്രതിസന്ധിയോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ പലതരത്തിലും എന്താ പറയാ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രധാന വിഷയം, ഇപ്പൊ വയനാട് ഇനിയൊരു പ്രതിസന്ധി ഉണ്ടാവും. നമ്മൾ കാണുന്നത് 2018 അല്ലെങ്കിൽ 924 മഹാപ്രളയത്തിന് ശേഷം ഒരു നീണ്ട കാലയളവിന് ശേഷം കേരളത്തില് 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. അത് കേരളത്തിലെ ആധുനിക കേരളം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പ്രതിസന്ധി പറയാൻ കാരണം, നമ്മളിപ്പോ 924 വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് ഈ മരണക്കണക്ക് കൂടുന്നതോ കുറയുന്നതോ ഒന്നും അന്നത്തെ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമായിരുന്നില്ല. അതൊരു കൊളോണിയൽ കാലഘട്ടമായിരുന്നു. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ കീഴിലായിരുന്നു, മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു മലബാർ റീജൻ. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി മനുഷ്യരെ ഈ ഇതിലേക്ക് രക്ഷിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അന്ന് നമ്മളിപ്പോ ആധുനിക കാലഘട്ടത്തിൽ അഭയാർത്ഥികൾ എന്നുള്ള വാക്ക് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പ്രയോഗിച്ച, എന്നാൽ അന്നത്തെ ഡോക്യുമെന്റ്സിലെ അഭയാർത്ഥികൾ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു നീണ്ട കാലയളവിന് ശേഷം 2018 ഒരു പ്രളയം ഉണ്ടാകുന്നു. എന്നാൽ 2019 വീണ്ടും കവളപ്പാറ ഒരു ഉരുൾപൊട്ടലുണ്ടായി, പ്രളയമുണ്ടായി. 2020 പെട്ടിമുടിയിലുണ്ടായി. വീണ്ടും 2021-22 തീവ്രമായ മഴ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അതായത് ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മൾ 100 വർഷം എടുത്ത ഒരു റിസ്ക് റിട്ടേൺ എന്ന് നമ്മൾ പറയാം. ഒരു ദുരന്തം തിരിച്ചു വരാൻ എത്ര കാലമെടുക്കുന്നു വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 5-10 വർഷം നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് 2017 ഓക്കി സൈക്ലോൺ ഉണ്ടായി. അപ്പം ഓരോ വർഷവും അല്ലെങ്കിൽ ഡിസാസ്റ്റർ തിരിച്ചു വരാനുള്ള കാലയളവ് ചില മാസങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രതിഭാസം. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ദുരന്തം ഉണ്ടായി. ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ താരതമ്യ പഠനം നടത്തുമ്പോൾ
കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ, ഒരു ദുരന്തത്തിൽ നിന്ന് ആ മനുഷ്യർ, ആ സമൂഹവും ആ സാമ്പത്തിക വ്യവസ്ഥയും പൂർണ്ണമായി മുക്തമാകുന്നതിന് ഇന്ത്യൻ സാഹചര്യത്തിൽ കുറഞ്ഞത് 5 മുതൽ 7 വർഷം വരെ എടുക്കുന്ന പറയുന്നത്. അതിൽ കൂടുതലാണ് പല പഠനങ്ങൾ കാണിക്കുന്നത്. എന്നാൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് 8 മാസം, 9 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു സാമ്പത്തിക വ്യവസ്ഥയും ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ തൊഴിലുകളെല്ലാം തന്നെ പൂർവ്വസ്ഥിതിയിലെത്താറാ പതിവ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല. ഇന്ന് 2018 പുനരധിവാസം പൂർണ്ണമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. കവളപ്പാറയിൽ ഇന്നും അവിടെ ഉരുൾപൊട്ടലിൽ കഷ്ടത അനുഭവിച്ചിട്ട് ആദിവാസി സമൂഹത്തിന് ഇന്നും അവർ അർഹതപ്പെട്ട വനാവകാശം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്ന് സർക്കാർ പറഞ്ഞെങ്കിൽ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് പെട്ടിമുടി എല്ലാവർക്കും ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിലാണ് സംഭവിച്ചത്. ഇതേ പെട്ടിമുടിയിൽ പെട്ടിമുടിയിൽ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ 1924 അതേ സ്ഥലത്ത് തന്നെ ദുരന്തമുണ്ട്. അന്ന് അതിനെ പറഞ്ഞത് കൂലി ലയങ്ങൾ ഒലിച്ചുപോയി എന്നാണ് പറഞ്ഞത്. ഈ ലയങ്ങൾ എന്ന വാക്ക് ഇന്നും നമ്മൾ ടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം ഒരു തുടർച്ച ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ 2018 നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 2% കേരളത്തിന്റെ GDP നഷ്ടമുണ്ടായെന്ന് പറയുന്നത്. അതും UNDP കണക്ക് പ്രകാരം സർക്കാർ അതിൽ കൂടുതലും ഉണ്ടായെന്ന് പറയും. എങ്കിൽ തന്നെ ഇപ്പോഴുണ്ടായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഒരു പുതിയ അതായത് നമ്മൾക്ക് ഒരു ഡിസാസ്റ്റർ, ദുരന്തം ഉണ്ടായാൽ അത് തയ്യാറെടുക്കുന്നതിനോ അതിനോടുള്ള പ്രതികരിക്കുന്നതിനോ അധിക സമയം ഇനി കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കിയ പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് ഒരു സമയബന്ധിതം അല്ലെങ്കിൽ ഒരു വളരെ സാധാരണഗതിയിൽ പദ്ധതി പ്ലാനിങ് നമ്മൾ പുനരധിവാസം പ്ലാനിങ് ചെയ്ത് ആൾക്കാരുടെ കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി അവർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്ത് ഒരു സാവകാശത്തിൽ പോവുക എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ ഗവൺമെന്റ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ഇവിടെ കേരളത്തിൽ സാധ്യമല്ല. കാരണം റിട്ടേൺ പീരീഡ്, ഒരു ദുരന്തമാണ് അടുത്ത ദുരന്തത്തിൽ എത്തുന്നതിന് ഓരോ വർഷം തോറും കേരളത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. അങ്ങനെ മാറിയ സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പം ആസാമിനെ കുറിച്ചിട്ടായാലും മറ്റ് സ്റ്റേറ്റുകളൊക്കെ നോക്കുമ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക വളർച്ച, തൊഴിൽ ഉൽപാദന നിരക്കുകൾ, നികുതി ഘടനയിൽ ഉണ്ടാകും. അങ്ങനെ പല മാറ്റങ്ങളും കേരളത്തിൽ സംഭവിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂവിനിയോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇനി ഈ പറഞ്ഞ നിരന്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് എന്തുതരം മൂലധനങ്ങളാണ് വരിക? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി കേരളം ചോദിക്കേണ്ട സമയമായിരിക്കുന്നത്. അതായത് നമ്മൾ 2018 വെള്ളപ്പൊക്കത്തെ എങ്ങനെയാണ് വളരെ വൈകാരികമായി എല്ലാ മലയാളികളും അതൊരു സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് എല്ലാവരും കഴിയുന്നത്ര സഹായിക്കും. അത്തരം വൈകാരികതയ്ക്ക് അപ്പുറം നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ സർക്കാർ എന്ന് പറയുന്ന സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുകയും എന്താ പറയാ അവർ പറയുന്ന എന്തിനേയും പൂർണ്ണമായി അംഗീകരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ 2018 ഉണ്ടായത്. ഇനി അങ്ങനെയല്ല. ഇനി നമ്മളൊരു പുതിയ ഒരു ഭരണം, അതായത് ഇനി കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ബസ് ഉണ്ടാകുന്ന സംസ്ഥാനമാണെന്നും റിസ്ക് റിട്ടേൺ എന്ന് പറയുന്ന കാലയളവ് കുറഞ്ഞു വരികയാണെന്നും അതനുസരിച്ചിട്ടുള്ള ഈ നമ്മുടെ എന്താ പറയുക പ്ലാനിങ്ങിലായാലും സാമ്പത്തിക വിനിയോഗത്തിലൊക്കെ തന്നെ ഒരു മാറ്റത്തിന്റെ ഒരു കാലം ഇനിയാണ് കേരള സംബന്ധിച്ച് നമ്മൾ പറയുന്ന ആധുനിക കേരളം അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മൾ പൊതുവെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയാനുണ്ട്, ഇപ്പം വികസനത്തിലും സാമൂഹിക വികസനത്തിലും ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നതിന് എണ്ണം, ഫെറ്റാലിറ്റി റേറ്റ് കുറയുകയും എക്കണോമിക് ലോസ് കൂടുകയും ചെയ്യുന്ന പറയാം. അങ്ങനെ വെച്ച് ആ തിയറി വെച്ച് നോക്കുമ്പോൾ കേരളം പോലെ ഉയർന്ന ജീവിത നിലവാരവും സാമൂഹിക വികസന സൂചികയിൽ ഇന്ത്യൻ മറ്റു സംസ്ഥാനങ്ങളെക്കാളും വളരെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം, വിദ്യാഭ്യാസം കൊണ്ട് 1-ാം സ്ഥാനത്തെ സംസ്ഥാനം, വികസനത്തിൽ പല ഘടകങ്ങൾ 1-ാം സ്ഥാനത്ത് സംസ്ഥാനം, ആ ഒരു സംസ്ഥാനത്ത് ഇത്ര അധികം മനുഷ്യർ ഒരു കാലഘട്ടത്തിൽ ദുരന്തത്തിൽ മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഈ കേരള വികസന മാതൃകയിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെയേറെ മലയാളി എന്ന നിലയ്ക്ക്, കേരളീയ എന്ന നിലയ്ക്ക് പല വേദികൾ എല്ലായിടത്തും നമ്മൾ പറയുന്നതാണ് കേരള വികസന മാതൃകയുടെ അതിന്റെ ഒരു കപ്പാസിറ്റി, അതിനെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊക്കെ നമ്മൾ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ പല ആശയധാരകളെയും ഇത് പൊളിച്ചെഴുതുകയാണ്. കാരണം ഇനി അങ്ങനെ ഒരു വികസന മാതൃക അല്ലെങ്കിൽ അത്ര ശക്തമായ ബ്യൂറോക്രസി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം മരണസംഖ്യ ഉണ്ടാകേണ്ട കാര്യമില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതാണ് ലോകത്തുള്ള എല്ലാ ഈ പറഞ്ഞ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല.
ഇത്രയേറെ വികസിച്ചിട്ട്, ഇത്രയേറെ സാമൂഹിക ബോധം ഉണ്ടായിട്ട്, ഇത്രയേറെ പൊതുമണ്ഡലങ്ങൾ വികസിച്ച ഒരു സംസ്ഥാനത്ത് നിങ്ങൾ ഒരു കാലഘട്ടം, ഒരു പ്രത്യേക ഒരു വിഭാഗം, മരിക്കുന്നവരെല്ലാം നിങ്ങൾ സാമ്പത്തിക ശേഷി നോക്കുമ്പോൾ, ഇപ്പൊ പെട്ടിമുടിയിൽ മരിച്ച തൊഴിലാളികളുടെ ആകെ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷത്തിന് താഴെയാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യന് അങ്ങനെ ഒരു വൾണറബിൾ ആയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഒരു കമ്മ്യൂണിറ്റി അധികം ഈ മരണസംഖ്യയിൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇതുവരെ പുലർത്തിയിരുന്ന ഈ രീതിയിൽ നിന്ന് മാറ്റം വരേണ്ട ഒരു 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 കാലമായിരിക്കുന്നു ഈ നമ്മുടെ മുത്തുനിന്ന് വയനാട്ടിൽ കാണുന്നത് ഒരു പുതിയ അവസ്ഥയൊന്നുമില്ല. പക്ഷെ ഇതിന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇപ്പം എല്ലാവരും പറയുന്നത്, ഇപ്പൊ ജോഷിമഠ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂമിയിൽ വിള്ളലുണ്ടായി. പക്ഷെ 1976 അന്നത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു വാണിംഗ് കൊടുത്തിരുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പൊ വയനാട് നമ്മൾ കാണുന്നത് ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ്. ഇതിന് പിന്നിൽ പല കാലങ്ങളിൽ പല സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളൊക്കെ തന്നെ ഇതിന്റെ മൂലകാരണങ്ങൾ പല ഘട്ടങ്ങളിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ടാവാം. ആ മൂലകാരണങ്ങളുടെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളാവാം, ഭൂമിയാകാം, പലതരത്തിലുള്ള റീഫോറസ്റ്റേഷൻ ആകാം. അപ്പം ഏത് കാരണങ്ങൾ കൊണ്ടാണെന്ന് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും ഇതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ്. ഇതിന് പിന്നിൽ പാരിസ്ഥിതികമായും സാമുദായികമായും സാമ്പത്തികമായിട്ടുള്ള പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ആ കാരണങ്ങളെയും കൂടെ മനസ്സിലാക്കി അതിന്റെ ചരിത്രപരമായ കാരണങ്ങളും ഏത് ഫാക്ടറാണ് ഈ ട്രിഗർ ചെയ്യുന്നുള്ള അങ്ങനെ ഒരു പഠനവും വിശകലനത്തിലൂടെ മാത്രമേ ഇനി ഇതിന്റെ 2ാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ നിലവിലുള്ള ഈ ഒരു 2-3 ദിവസത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ കഴിയുന്നു, വീണ്ടും ജീവിതം ബാക്കിയാണ്. ആ ബാക്കിയെന്ന ജീവിതത്തോട് നമുക്ക് എന്താണ് സംവേദിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരോട് ഇനി വരുന്ന ഒരു തലമുറയും അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് എന്ത് തരം വികസനത്തെ കുറിച്ചിട്ടായിരിക്കും കേരളീയ പൊതുസമൂഹം അവരോട് സംവേദിക്കാൻ പോകുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ദുരന്തത്തെ ഇനിയുള്ള കാലം കാണേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും മാഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരു പക്ഷേ ആധുനിക സമൂഹം എന്ന രീതിയിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് എങ്ങനെ പാരിസ്ഥിതിക ദുരന്തങ്ങളെ നമ്മൾ നേരിടാൻ പോകുന്നു, അതിന്റെ ചരിത്രപരമായ കാരണങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി പരമാവധി ദുരന്തങ്ങൾ ഒഴിവാക്കിയിട്ടും അതിന്റെ ആഘാതങ്ങൾ കുറച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ഇല്ലാതാക്കൽ, അത് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു പക്ഷേ പലപ്പോഴും മനുഷ്യ സാധ്യമല്ലാതായിരിക്കാം. പക്ഷെ അതിന്റെ മിറ്റിഗേഷൻ, ലഘൂകരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വെച്ചിട്ടും മറ്റ് പുരോഗമനപരമായ വശങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മാഷുടെ അഭിപ്രായത്തിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചുരുക്കി പറയാം. ഇനി നമ്മളിപ്പോ പൊതുവെ നമ്മളിപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ചരിത്ര പല ഘട്ടങ്ങൾ നോക്കിയാലും ഇപ്പൊ മൊത്തം നമുക്കിപ്പോ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്, അല്ലെങ്കിൽ ചെറിയ ഉദാഹരണം പറയാം, നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്, ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഇപ്പോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എല്ലാം ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്. ഈ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇതിനിപ്പോ അക്കാഡമിക്കലി നമ്മൾ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയും. പക്ഷേ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഫലത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ ഈ ഒരു ബ്യൂറോക്രാറ്റിക് ഇന്റർവെൻഷൻ പ്രോഗ്രാമാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും മിറ്റിഗേഷനെ കാണുന്നത് വികസന പദ്ധതിയിൽ നിന്ന് വേറിട്ട ഒരു പദ്ധതിയായിട്ടല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഇടപെടലും ക്യാപിറ്റൽ അക്യുമുലേഷനോ ഒരുമിച്ച് നടക്കില്ല. നിങ്ങളിപ്പോ കേരളത്തിൽ ഇപ്പൊ വയനാട് മിറ്റിഗേഷൻ എന്ന് പറയുന്ന കേരളത്തിൽ ഉദാഹരണത്തിന് നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിന്റെ വലിയൊരു ഉപഭോക്താവും കൂടിയാണ് കേരളം. പലതരത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിബേറ്റുകൾ ഉണ്ടെങ്കിലും ചില രീതികൾ അനുസരിച്ച് 15ാം ഫിനാൻസ് കമ്മീഷന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ചില മേഖലകളിൽ ഫണ്ട് കിട്ടിയപ്പോഴത്തേക്ക് അവർ ഈ റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയപ്പോൾ, ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ സാമൂഹിക വികസനം അതിനകത്തൊരു ഘടകമായി വന്നപ്പോൾ കേരളത്തിലെ ഫണ്ട് പോയെങ്കിൽ തന്നെ കേരളത്തിലെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്. പക്ഷെ ഈ മിറ്റിഗേഷൻ എന്തായിരിക്കണം മിറ്റിഗേഷൻ എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നില്ല കേരളം മാത്രമല്ല മറ്റിന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഈ മിറ്റിഗേഷനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അക്കാഡമിക്കലി നമ്മൾ പറയും ക്ലൈമറ്റ് ചേഞ്ചിന് പറയും കാർബൺ റിഡക്ഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ
പിന്നെ ലാൻഡ് യൂസ് ഭൂമി ഇവിടെ ഘടന സംരക്ഷിക്കുക. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വയനാട് ഏറ്റവും മികച്ച മിറ്റിഗേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഭൂഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ടിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. എന്നാൽ ഇന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് വയനാട് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ കോറി മൈനിങ് തുടങ്ങിയിട്ടുള്ള വ്യാവസായിക ഉപയോഗത്തിനും വലിയ രീതിയിൽ ഭൂമി ഉപയോഗിച്ചിട്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ നമ്മൾ മിറ്റിഗേഷനെ കാണുന്നത് ഒരു വികസനത്തിന്റെ ഒരു രീതിശാസ്ത്രം കൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ പറഞ്ഞൊരു ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു മൂലധന കേന്ദ്രീകൃതമായ ഒരു പദ്ധതിയല്ല മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ ഒരിക്കലും ഒരു സംസ്ഥാനത്തിനോ ഒരു സമൂഹത്തിനോ സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന ഒന്നുമല്ല, മറിച്ച് പ്രകൃതി സന്തുലനാവസ്ഥ, ഇക്കോളജിക്കൽ സെക്യൂരിറ്റിയാണ്. അങ്ങനെ ഇക്കോളജിക്കൽ സെക്യൂരിറ്റിയും നാച്ചുറൽ റിസോഴ്സ് കൺസർവേഷൻ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മിറ്റിഗേഷൻ പദ്ധതിക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ സർക്കാരിന്റെയോ കോർപ്പറേറ്റുകളുടെ ഒരു ഉദാഹരണവും ഇല്ല. പിന്നെ ആകെ നമുക്ക് പറയാൻ കഴിയുന്നത് ചില കമ്മ്യൂണിറ്റി സമുദായങ്ങൾ, ഇപ്പോ എന്താ പറയാ, നമ്മൾ ഈ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പൊ കേരളത്തിൽ കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്നു, ഒറീസയിൽ കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കും, ഇങ്ങനെയുള്ള നാമമാത്രമായ പദ്ധതികളല്ലാതെ മിറ്റിഗേഷന് ആദ്യം വേണ്ടത് ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടന അനുസരിച്ചിട്ട് സ്റ്റേറ്റ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി രൂപപ്പെടുത്തേണ്ട ഒരു പദ്ധതിയാണ്. ഇന്ന് നിലവിൽ ദുർഭാഗ്യവശാല് സെൻട്രൽ ഗവൺമെന്റിന്റെ രേഖകളിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലോ വാട്ട് ഈസ് മിറ്റിഗേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകരം നമ്മൾ പറയുന്നത് എന്താണ്, നിലവിലുള്ള പദ്ധതികളുടെ എക്സ്റ്റൻഷനാണ് മിറ്റിഗേഷൻ. ഇപ്പൊ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ അല്ലെങ്കിൽ ഇപ്പം ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് ഒരു സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്നു. ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ കടൽ ഭിത്തി കെട്ടൽ ഒരു മിറ്റിഗേഷൻ പദ്ധതിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ശാസ്ത്രീയമായിട്ട് അറിയാം ഈ കടൽ ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമായ ഒന്നാണ്, പല പഠനങ്ങളും തെളിയിച്ചിട്ട്. അപ്പൊ ഈ മിറ്റിഗേഷനെ അതിന്റെ ഈ വികസനം നമ്മൾ പറഞ്ഞ ഇന്നത്തെ എങ്ങനെയാണ് ഫൈനാൻസ് ക്യാപിറ്റൽ ഒരു വികസനത്തെ നിർവചിക്കുന്നത്, അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇക്കോളജിക്കൽ സെക്യൂരിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം ഒരു ഘടകമാണ്, ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഒരു ഘടകമാണ്, ക്ലൈമറ്റ് ആക്ഷൻ ഒരു ഘടകമാണ്. അങ്ങനെയുള്ള വിവിധ പദ്ധതികളെ ക്രോഡീകരിച്ചുകൊണ്ട് ലാഭം നോക്കാതെ നടത്തേണ്ട ഒരു വികസന പ്രക്രിയയാണ് മിറ്റിഗേഷൻ. അതിന് സ്വാഭാവികമായിട്ടും അത്തരം ഒരു മിറ്റിഗേഷൻ കൺസെപ്റ്റ് ഇന്ന് നിലവിലെ സംവിധാനത്തിൽ ഒരു പ്രൈവറ്റ് സെക്ടറിന് അങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ കഴിയണമെന്നില്ല. പിന്നെ കഴിയുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങൾക്കാണ്. അതിൽ നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിരാശാജനകമായ ഒരു ഒരു ഉത്തരം പറയാൻ കഴിയും. കാരണം നമ്മൾ എവിടെ അങ്ങനെ ഒരു മോഡൽ മിറ്റിഗേഷൻ ഇവിടെ കേരള സർക്കാർ പോലും അങ്ങനെ ഒരു മോഡൽ മിറ്റിഗേഷൻ പ്രോജക്റ്റ് വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് ആലപ്പുഴയില് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഉയർന്ന വീടുകളൊക്കെ പണിത് വെക്കും, അതൊരു സ്വാഭാവികമായ പ്രക്രിയമാണ്. മറിച്ച് ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനും ആ ആഘാതം കൂടുതൽ ജനങ്ങളിലേക്ക് അവരുടെ സാമ്പത്തിക സാമൂഹ്യ അത് ജീവൻ സംരക്ഷിക്കാനുമുള്ള പദ്ധതികളായിട്ട് നിർവചിക്കുന്നതിൽ ഇന്ന് വലിയ രീതിയിലൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയത്തിന് ഒരു പ്രധാന കാരണം നമ്മുടെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുന്നത്, വികസനത്തിൽ നിർണ്ണയിക്കുന്നത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ക്യാപിറ്റലിസത്തിന്റെ ഒരു വലിയൊരു സ്വാധീനം ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനൊക്കെ നമുക്ക് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാം വാട്ട് ഈസ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് എക്കോളജിക്കൽ സെക്യൂരിറ്റി, എക്കോസിസ്റ്റം ബേസ്ഡ് അപ്രോച്ച്, അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് ബേസ്ഡ് അപ്രോച്ച്. ഒരാൾ തൊഴിൽ ഇടങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പിന്നെ അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം, മണ്ണിന്റെ ഘടന, ഇതൊക്കെയാണ് എക്കോളജി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. പുസ്തകങ്ങളും പറയുന്നത്, പഠനങ്ങളും പറയുന്നത്. പക്ഷെ നമ്മളൊരു ആക്ച്വൽ മിറ്റിഗേഷൻ പ്രോജക്റ്റ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മുന്നിൽ വളരെ സങ്കീർണമായ ഒരു പിക്ചറായിട്ട്, കാരണം ചില NREGA പ്രോഗ്രാമിനെ മിറ്റിഗേഷനായിട്ട് കൺവേർട്ട് ചെയ്ത സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ എന്തായിരിക്കണം രസകരമായ ഗൗരവമായ സംഗതി, പലപ്പോഴും മിറ്റിഗേഷൻ ഫണ്ട് ലാപ്സായി പോകാറാണ്. കാരണം എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ വലിയ തോന്നുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ ശരിക്കും ഈ വയനാട് കാണാൻ. മിറ്റിഗേഷൻ ഫണ്ട് ചെലവഴിക്കാനുള്ള സാധ്യതകൾ പോലും നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിനെ കണ്ടെത്തിയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ഒരു ദുരന്തത്തിനെ വ്യാപ്തി നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണ്ടെത്തൽ, ഒരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ മനസ്സിലാക്കുന്നത്. ഇപ്പം മാഷ ഇപ്പം ഇത്രയും നേരം വിശദീകരിച്ചത് മിറ്റിഗേഷൻ എന്നുള്ള കൺസെപ്റ്റും നിലനിൽക്കുന്ന സാമ്പത്തിക യുക്തിയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തെ പറ്റിയാണ് മാഷ് പറഞ്ഞത്. പക്ഷെ നമുക്ക് 2018 പ്രളയത്തിന് ശേഷം
ഒരുപാട് പഠനങ്ങൾ കില നടത്തിയിട്ടുണ്ട്, കെ പി എം ജി നടത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് നടത്തി, പിന്നീട് അതിൽ നിന്ന് റീബിൽഡ് കേരളയിലേക്ക് വന്നു. അതിന്റെ കൂടെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്കാളിത്തം, അതാത് തദ്ദേശ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി റൂം ഫോർ റിവർ, ലിവിംഗ് വിത്ത് വാട്ടർ, അങ്ങനെയുള്ള പല പദ്ധതികളും ആലോചിച്ചു. പക്ഷെ ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞ ശേഷം നമ്മളുടെ കൂടുതൽ ഫോക്കസ് പോയത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്കാണ്. നമുക്കറിയാം, ഒരുപാട് റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിലേക്ക് പോയി. പക്ഷേ മാഷ് നേരത്തെ സൂചിപ്പിച്ച ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ ലൈവ്ലിഹുഡ്, സുസ്ഥിരമായൊരു ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിലേക്കൊന്നും കേരളത്തിന്റെ ഒരു വികസനം അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തൊരു ആലോചനകൾ നടന്നില്ല. അപ്പം ഇത് കാണിക്കുന്നത് ഇനിയും നമ്മൾ ഒരുപക്ഷെ വയനാട് കഴിഞ്ഞ 2 ദിവസം മുന്നേ നടന്ന ദുരന്തത്തിന് ശേഷവും കാര്യമായൊരു പുനരാലോചന, നമ്മുടെ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ അകത്ത് ഒരു പുനരാലോചന ഇല്ലാതെ ഇതിന്റെ അകത്ത് നമ്മൾ മിറ്റിഗേഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് എന്നൊക്കെ പറയുന്നതിന്റെ അകത്ത് കാര്യമായ പ്രയോജനമില്ല എന്നല്ലേ? അതെ, അത് അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ കേരളത്തില് നേരത്തെ രശിബുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഞാൻ കരുതുന്നത്. ഇപ്പൊ കേരളത്തില് വേൾഡ് ബാങ്കിന്റെ സാമ്പത്തിക പിന്തുണയോടുകൂടി ഒരു കേരള റെസിലിയൻ കേരള ഇനിഷ്യേറ്റീവ് എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം പുരോഗതി ഉണ്ടെന്നുള്ള നമുക്ക് ഡാറ്റ ഒക്കെ പറയാൻ കഴിയും. പക്ഷെ നമ്മൾ കാണുന്നത് ഇപ്പം റീബിൽഡ് കേരള പ്രോഗ്രാം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഡിസാസ്റ്റർ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അത് ഡെവലപ്മെന്റൽ പ്രോഗ്രാം തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസാസ്റ്റർ റിഹാബിലിറ്റേഷന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ഈ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ആയി. അതിൽ തന്നെ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളെ ഈ കേരളത്തിലെ ഏത് പുനരധിവാസ പദ്ധതി ഇപ്പൊ ലൈഫ് മിഷന്റെ കീഴിലോട്ടാണ് നീങ്ങുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ഒരു പരിഹാരമാണ്. നമുക്ക് ഒരു സംവിധാനത്തെ നമ്മൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞ ലൈഫ് മിഷൻ പ്രോജക്റ്റിൽ മിനിമം ഹൗസിംഗ് എന്ന കൺസെപ്റ്റ്. നമ്മൾ കാണുന്നത് ഒരു കേരളത്തിൽ 2004 സുനാമി ഉണ്ടായിരുന്നു. ഏതാണ്ട് ആലപ്പാട് അഴീക്കൽ കീഴ 52ഓളം സുനാമി കോളനികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 20 വർഷത്തോളം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞിട്ടും ഈ സുനാമി കോളനിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തികമായ മുന്നേറ്റവും ആ സമൂഹത്തിന് ഇന്നും ഈ നമ്മൾ സെക്കൻഡറി ഇമ്പാക്ട് ഡിസാസ്റ്റർ എന്ന് പറയും, അതായത് സമൂഹത്തിന്റെ ഒരു പുനരധിവാസ കോളനിയിൽ ജീവിക്കുന്നവരെന്നുള്ള ഒരു സോഷ്യൽ ടാബ് അവിടെയുണ്ട്. പക്ഷെ കാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടമോ ഒരു ഇക്കണോമിക് മൊബിലിറ്റി നമ്മൾ പറയാം ഇന്ന് ഈ പറഞ്ഞ നമ്മളെ മുന്നിൽ ഒരു മാതൃകയായിട്ട് നമ്മളെല്ലാവരും പറഞ്ഞ 2004 സുനാമി റിഹാബിലിറ്റേഷൻ പ്രോജക്ട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ 2012 നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആയിട്ട് ഗിഫ്റ്റ് ഒരു പഠനം നടത്തി ഇതിന്റെ അസസ്മെന്റ്. അപ്പൊ ഗിഫ്റ്റ് നോക്കിയത് ഇവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലായി. അപ്പൊ എല്ലാവരും നോട്ട് സാറ്റിസ്ഫൈഡ് എന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു മാതൃക ഇല്ലാത്തൊരു സംസ്ഥാനം, എന്നാൽ ഒരു മാതൃക മുന്നോട്ട് വയ്ക്കാൻ ധാരാളം സാധ്യതകളുള്ള ഒരു സംസ്ഥാനമായിരിക്കാം. അത് പ്രധാന കാരണം ഇന്ത്യയെ നമ്മളെപ്പോഴും പറയുന്നത്, ഇന്ത്യയിലെ കേരളത്തിലെ റവന്യൂ വരുമാനത്തിന് ഏതാണ്ട് 80% സർക്കാർ കൊടുക്കുന്നുണ്ട്. അതായത് വളരെ ശക്തമായ ഗ്രാസ് റൂട്ട് ലെവൽ വരുന്ന ബ്യൂറോക്രസി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ റൂം ഫോർ റിവർ പ്രോജക്റ്റ് ആയാലും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആയാലും ഒക്കെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതികളായിരുന്നു. പക്ഷെ ഇന്നും നമ്മളീ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സാധ്യതകളായിരുന്നു. അതിന്റെ പൂർത്തീകരണം നമ്മൾ ഡേറ്റ നോക്കുമ്പോൾ അവർ പറയുന്നത്, സർക്കാരിന്റെ ഡേറ്റയിൽ പറയുന്നത് ഇൻ പ്രോഗ്രസ് ആണ് പറയുന്നത്. ഇപ്പൊ റൂം ഫോർ റിവർ പ്രോജക്ട്, അത് നമ്മൾ നെതർലാൻഡ് സർക്കാർ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് അത് ഒരു വിപുലമായ ഒരു പദ്ധതിയാണ്. ഇപ്പൊ കേരളത്തില് നമ്മളെ നദീതട സംരക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്, ഈ പലതരത്തിൽ നദീതടങ്ങൾ കൈയേറുകയും ഫ്ലഡ് പ്ലെയിനിൽ കൃഷി നടത്തുകയും ഫ്ലഡ് പ്ലെയിനിൽ നമ്മൾ ഫ്ലഡ് പ്ലെയിൻ ഏരിയയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടൂറിസം ഒക്കെ നടത്തുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റ് വെക്കുന്നത്. ആശയപരമായിട്ട് നമുക്ക് അതിനോട് യോജിക്കാം. പക്ഷേ നടത്തിപ്പിൽ ആ ആശയത്തെ ഉൾക്കൊണ്ട അതേ ആവേശം നമ്മൾ നടത്തിപ്പിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ റൂം ഫോർ റിവർ നടപ്പിലാക്കാൻ ഒരു പ്രത്യേക പദ്ധതി വകുപ്പോ സംവിധാനങ്ങളോ സർക്കാർ രൂപം കൊടുത്തിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ട്, ജലവിഭവ വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് അതാത് വകുപ്പുകൾ അവരുടെ ദൈനംദിന പദ്ധതികളുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് പലപ്പോഴും ഈ ദുരന്തത്തെ കാണുന്നത്. ഇപ്പൊ വയനാട് ഇനിയിപ്പോ ഒരു പുനരധിവാസ പദ്ധതി വരികയാണെങ്കിൽ ലൈഫ് മിഷന്റെ എക്സ്റ്റൻഷൻ ഇൻ വയനാട്, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ജലവിഭവ വകുപ്പിന്റെ എക്സ്റ്റൻഷൻ ഇൻ വയനാട്, ACയുടെ എക്സ്റ്റൻഷൻ ഇൻ വയനാട്. അതായത് നിലവിലുള്ള പദ്ധതികളെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ആ തലത്തേക്ക് ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന എന്നതല്ലാതെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു റിഹാബിലിറ്റേഷൻ കൺസെപ്റ്റ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ നിലവിൽ അങ്ങനെ ഒരു അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ നമ്മൾ പറയാനിപ്പോ റിസ്ക് ഇൻഫോംഡ് പ്ലാനിങ് എന്ന് പറയും. നമുക്കൊരു പ്ലാനിങ് നടത്തുമ്പോൾ ഏതൊക്കെ സ്ഥലത്തിൽ ഇതിന്റെ ദുരന്തങ്ങൾ ഉണ്ടാകാമെന്ന് മുൻകൂട്ടി കണക്കാക്കി അതിനനുസരിച്ചിട്ട് പ്ലാനിങ് നടപ്പിലാക്കാം. അതിനുള്ളൊരു പൊട്ടൻഷ്യൽ കേരളത്തിൽ ഉണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, ജനികാസൂത്രം പോലുള്ള പദ്ധതികൾ ജീവരാജ്യങ്ങളെക്കാൾ സൂക്ഷിച്ച് ചർച്ച നടക്കുമ്പോഴും ഇനിഷ്യേറ്റീവ് നടത്തിയൊരു ചരിത്രമുണ്ട്. ഇപ്പൊ ശിവു തന്നെ പറഞ്ഞ പോലെ ഓരോ വാർഡ് തലത്തിലും ഈ സസെപ്റ്റബിലിറ്റി മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ റിസോഴ്സസുകളൊക്കെ എവിടെയാണ്, ഈ അറിവുകളൊക്കെ എവിടെ പോയി? ഇപ്പൊ നമ്മൾ ഇതൊരു അറിവ് ഉത്പാദനമാണല്ലോ. നിങ്ങളൊരു പ്രദേശത്ത് ദുരന്ത സാധ്യത കണ്ടെത്തുന്നു, ഈ രീതിയിലാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, ഈ രീതിയിലാണ് അതിന്റെ ഇൻഡന്റേഷൻ മാപ്പ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം അറിവുകളാണ്. ഈ അറിവുകളെ പ്രയോജനപ്പെടുത്തുക, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ്, ഇമാജിനേഷൻ, നിങ്ങളൊരു വിഷ്വലൈസ് ചെയ്യണമല്ലോ ഒരു സാധ്യതകൾ. അങ്ങനെ ഇമാജിനേറ്റ് ചെയ്യാനും അത് സാധ്യതകൾ കണ്ടെത്താനും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ക്രിയേറ്റീവ് ഏജൻസി വേണം. അല്ലാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഒരു ഡിസാസ്റ്റർ ഇന്റർവെൻഷൻ ഏജൻസിയുടെ ഒരു സാധ്യത ഉള്ള സംസ്ഥാനത്ത് അതില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, വിലയുടെ പഠനങ്ങളുണ്ട്. നമുക്ക് അറിവിനൊരു കുറവില്ലാത്തൊരു സംസ്ഥാനമാണ്. കാരണം എല്ലാവരും വലിയ തോതിൽ ഇതിന് വേണ്ടത് അറിവ് ഉത്പാദിപ്പിക്കുന്നുണ്ട്, ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ആരാണ് ഈ അറിവിനെ ഏറ്റെടുത്തുകൊണ്ട് ഇടപെടൽ നടത്തുന്നത്? എനിക്കോ നിങ്ങൾക്കോ ഒരുപാട് പരിമിതി നമുക്ക് പറയാം. പക്ഷെ അത് ഏറ്റെടുക്കേണ്ട നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പറയേണ്ട സ്ഥാപനങ്ങൾ അത്രത്തോളം എന്താ പറയാ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് പറയാൻ കഴിയത്തില്ല. ഇപ്പൊ നമ്മൾ പറയാനുണ്ട്, ഇപ്പൊ കേരളത്തില് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു സ്ഥാപനമായതിന്റെ ഒരു ദുരന്തവും കൂടെ മറുപറ്റി കാണാം. കാരണം നമ്മൾക്കൊരു സ്ഥാപനം ഉണ്ടാകുന്നു, സ്ഥാപനത്തിൽ ഒരു ബ്യൂറോക്രസി ഉണ്ടാകുന്നു, അവരുടേതായ സ്ഥാപനത്തിന് നിലനിൽക്കും അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിലാണ് പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നത്, പദ്ധതികൾ ഇമാജിനേഷൻ ചെയ്യുന്നത്. നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതൊരു റൊമാൻറ്റിക് കൺസെപ്റ്റ് അല്ല. നിങ്ങളൊരു സമൂഹം അല്ലെങ്കിൽ ഒരു ഭാവി തലമുറ നിലനിൽക്കുന്ന മനുഷ്യരുടെ ജീവിതം എല്ലാം കൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതൊരു ഫിലോസോഫിക്കൽ അപ്രോച്ച് മാത്രമാണ്. ഇതൊരു കമ്മിറ്റ്മെന്റ് ചെയ്യാൻ, ആ ഒരു അങ്ങനെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന, വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ ആവശ്യമുണ്ട്. പക്ഷെ ആ സംവിധാനത്തിന്റെ സാധ്യതകൾ ഉള്ളപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് വയ്ക്കാനോ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ പരിമിതമായ മിറ്റിഗേഷൻ ഫണ്ട്, ട്രെയിനിങ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നാഷണൽ കേരളത്തിൽ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇനിഷ്യേറ്റീവ്, എനിക്ക് വേൾഡ് ബാങ്കിന്റെ സൈറ്റിൽ അവർ വളരെ ശക്തമായ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, റെസിലിയന്റ് കേരള ഇനിഷ്യേറ്റീവ്. ഈ റെസിലിയന്റ് കേരള ഇനിഷ്യേറ്റീവ് അത് വിജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഈ കാണുന്ന വയനാട് ഇത്രയും ദുരന്തം ഉണ്ടാകില്ല. ദുരന്തത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ആഘാതത്തെ മുൻകൂട്ടി കാണും, കുറച്ചെങ്കിലൊക്കെയാണ് നമ്മൾ റെസിലിയന്റ് കേരള പ്രോജക്റ്റ് കഴിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഇന്ന് നമ്മൾ നടപ്പിലാക്കുന്ന റെസിലിയന്റ് കേരള പ്രോജക്റ്റിന്റെ അതിന്റെ ഒരു എഫക്റ്റ് എന്താണ്, എന്തിനാണ് ഈ പ്രോജക്റ്റ് എന്ന് കേരളത്തിന്റെ പബ്ലിക് സർക്കാരിനോട് ചോദിക്കേണ്ട ഒരു സമയമായി. ഇത് ജനങ്ങളുടെ പണമാണ്, ടാക്സ് പേയേഴ്സ് റീപേ ചെയ്ത്, വേൾഡ് ബാങ്കിന്റെ ലോണാണ് ഗ്രാൻഡ് വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റെസിലിയന്റ് കേരള പ്രോജക്റ്റ്, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് പ്രയോജനപ്പെടുത്താതെ തിരിച്ചയക്കുന്ന അവസ്ഥ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ജില്ലാതലം മുതൽ പഞ്ചായത്ത് ലെവൽ വരെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സാധ്യതകളുണ്ട്. പഞ്ചായത്തിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ ഉണ്ടാക്കാം. പക്ഷെ അത്രത്തോളം ശക്തമായ ഒരു സാധ്യതകളുള്ളപ്പോൾ ഈ സാധ്യതകൾക്കൊക്കെ എന്ത് സംഭവിക്കും?
അപ്പൊ എവിടെയോ നമ്മൾ ചിലപ്പോൾ പറയാം നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ, അത് വലിയൊരു പൊളിറ്റിക്കൽ കോണ്ടാക്സ്റ്റ് ആണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ദുരന്തം നടക്കുമ്പോൾ നമ്മളൊരു ഡീപ് സ്റ്റേറ്റിനെ പലപ്പോഴും കാണുന്നുണ്ടോ സംശയം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഈ ജനകീയ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ വലിയ തോതിലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ റിലീഫും റിലീഫ് നടക്കുന്ന. അങ്ങനെ ഇപ്പൊ വയനാട്ടിൽ സർക്കാരിനേക്കാളും കൂടുതൽ ജനങ്ങളാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഏതോ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു സ്വതന്ത്ര മനുഷ്യനായി മാറുകയും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുകയും ചെയ്യുന്നത് ഈ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം, അതിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ ദുരന്തങ്ങളുടെ ആദ്യഘട്ടങ്ങൾ നമ്മൾ മറികടക്കുന്നത്. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ഇതിന് ആ ഒരു ഇടങ്ങളെ വലിയ തോതിൽ ഈ പറഞ്ഞ സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു, ബ്യൂറോക്രസിയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. ബ്യൂറോക്രസി അവരുടേതായ പദ്ധതികളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു സർക്കാർ സ്കീം ഉണ്ടാകും. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അത് വലിയ നല്ല കാര്യം, അത് മോശമൊന്നുമല്ല, വളരെ നല്ല കാര്യം. പക്ഷെ ഈ സ്കീമുകൾ നിലനിൽക്കുന്നതിന് ഒരു റുട്ടീൻ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രതിസന്ധികളില്ലാത്ത ഒരു സാധാരണ ഒരു പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടാണ് സ്കീമുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിപ്പോ ഒരു കാരണം നിങ്ങൾ ഒരു സ്കീം പരാജയപ്പെട്ടാൽ വലിയ തരത്തിലെ ചോദ്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. കാരണം സർക്കാർ പദ്ധതികൾ പരാജയപ്പെടുന്നത് പോലും ഒരു വിജയമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. കാരണം സർക്കാർ ഉണ്ടല്ലോ എന്നുള്ളൊരു സാധ്യത. പക്ഷെ സ്കീമുകളുടെ നിലവിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കാണാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ ഈ പറഞ്ഞ റൂം ഫോർ റിവർ പ്രോജക്റ്റ് നെതർലൻഡിൽ വിജയകരമാണെങ്കിൽ കേരളത്തിൽ വിജയകരമാണെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് റൂം ഫോർ റിവർ പ്രോജക്റ്റിന് കേരളത്തിൽ തനതായ രീതികൾ ഉണ്ടായിരുന്നു. നമ്മൾ നെതർലൻഡ് മോഡൽ തന്നെ ഏറ്റെടുക്കണമെന്നില്ല. ഇങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളെ ക്രോഡീകരിക്കാനും അതിനെ ഈ സ്കീമിന്റെ അത് ഉപയോഗിച്ചിട്ട് സ്കീമിനെ വികസിപ്പിക്കാനും ഈ പദ്ധതികളെ വികസിപ്പിക്കാനും പദ്ധതികളെ കൂടുതൽ ശക്തമാക്കാൻ കഴിയുന്ന ഒരു ക്രിയേറ്റീവ്, അതാ ഞാൻ പറഞ്ഞൊരു ക്രിയേറ്റീവ് ഇമാജിനറി ഇൻവോൾവ്മെന്റ്. അത് നമുക്ക് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞാൻ കാണാത്തതാകാം, അല്ലെങ്കിൽ ഇപ്പൊ ശിവുവിനേക്ക് അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും. ആ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ കാണുന്നില്ല. മാഷ് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് 2018 പ്രളയത്തിന് ശേഷം ഒരുപാട് മനുഷ്യർക്ക് വീട് നഷ്ടപ്പെട്ട കേരളത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിക്ക് അനുകൂലമായ ചെലവ് കുറഞ്ഞ ലളിതമായ വീടുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ജി ശങ്കറിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വലിയ വലിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ വെറും കൺവെൻഷനലായ കോൺക്രീറ്റും അല്ലെങ്കിൽ കമ്പിയും സിമെന്റും ഉപയോഗിച്ചുകൊണ്ടുള്ള സാധാരണ നിർമ്മാണത്തിലേക്കാണ് സർക്കാർ പോയത്. നമ്മുടെ ഒരു മാഷിപ്പ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കൊന്ന് ഭാവന എന്നുള്ള ഇമാജിനേഷൻ എന്നുള്ള കാര്യം, നമ്മുടെ നാട്ടിലുള്ള റിസോഴ്സ് പോലും അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ പോലും ഉപയോഗിക്കാതെയാണ് നമ്മൾ റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് കൺവെൻഷണൽ നിർമ്മാണ പദ്ധതികളിലേക്ക് പോയത്. ഒരുപക്ഷെ ഈ സാമ്പത്തിക യുക്തി അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കീമുകളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ ദുരന്ത നിവാരണത്തെ കാണുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇപ്പൊ നമ്മളിപ്പോ ശിവു പറഞ്ഞു ഇപ്പൊ വീടുകൾ, ഇപ്പൊ നമ്മൾ ഈ വീടുകൾ എന്നുള്ള കൺസെപ്റ്റ് സുനാമി വീടുകൾ എന്നാണ് പറയാം. ഈ വീടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെയർ മിനിമം എന്ന് നമ്മൾ പറയാം 360 സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന 2 മുറി വീടുകളാണ്. ഇന്ന് കേരളത്തിലെ നമ്മൾ പറഞ്ഞ ലൈഫ് മിഷൻ വീടുകളാണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ മിനിമം 360 സ്ക്വയർ മീറ്ററിന് ഉള്ളിൽ 360 സ്ക്വയർ മീറ്ററിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. എനിക്കറിയില്ല ശിവു ഏതെങ്കിലും ഈ സുനാമി വീട് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു കുടുംബത്തിന് ഇപ്പൊ 20 വർഷം മുമ്പ് നിങ്ങളൊരു വീട് കൊടുത്തു. ഇന്ന് ആ കുടുംബത്തിൽ ഒരു മറ്റു കുടുംബങ്ങളുണ്ടാകും, മകൻ അല്ലെങ്കിൽ മകൾ, അവർക്ക് കുടുംബമാണ്. ഇപ്പം ഈ ഓരോ പുനരധിവാസ കോളനികളിൽ നമുക്ക് കാണുന്നത് ലിവിങ് സ്പേസ് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇത് ശരിയാണ്. നിങ്ങളിപ്പോ പ്രാദേശികമായിട്ടുള്ള മാതൃകകൾ ഉണ്ടായിരുന്നു, പരിസ്ഥിതിക്ക് അനുകൂലമായ ഇതെല്ലാം കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ നവകേരളം നമ്മൾ ഇമാജിൻ ചെയ്തത് ഒരു സിറ്റി സ്റ്റേറ്റ്, ഒരു അർബൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കേരളമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് മൊത്തം. കാരണം 18 ശേഷം നിങ്ങൾ പറഞ്ഞ പോലെ ഈ റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്, പാലങ്ങൾ ഉണ്ടാകും, റോഡുകൾ ഉണ്ടാകും. പക്ഷേ കൃഷിഭൂമിക്ക് വേണ്ടിയിട്ട് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഒന്നും ഉണ്ടായിട്ടില്ല.
ഇവിടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. തീരദേശങ്ങളുടെ പാരിസ്ഥിതിക നിലനിർത്താൻ റീബിൽഡ് കേരള എന്ന പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ ആ ആബ്സെൻസിന്റെ ഒരു ദുരന്തമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 18, 19, 20, 24 വരെയുള്ള വർഷങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് അങ്ങനെ തന്നെ എന്നെ കാണുന്നത്. അല്ലാതെ നമ്മളൊരു വളരെ ഒരു ന്യൂട്രാലിറ്റിയുടെ കാര്യമില്ല. ഇത് സംഭവിച്ചതാണ്, തുറന്ന് സമ്മതിക്കേണ്ടതും ഈ ഒരു ഭരണകൂടത്തിനെ ബാധ്യതയാണെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും. അതേപോലെ 2005 നമുക്കൊരു ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വരുന്നത്. തുടർന്ന് നമുക്ക് ദേശീയ ദുരന്ത അതോറിറ്റി ഉണ്ടാവുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും ദേശീയ ദുരന്ത അതോറിറ്റികൾ ഉണ്ടാവും. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ മിറ്റിഗേഷനെ പോലെ തന്നെ പ്രധാനമാണല്ലോ റെസ്പോൺസ് എന്നുള്ളത്. ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. വയനാടിന്റെ ഒരു പശ്ചാത്തലത്തിലും അതേപോലെ കേരളത്തിൽ കണ്ടുവരുന്ന ദുരന്തങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ റെസ്പോൺസിൽ ഉള്ള പ്രധാനപ്പെട്ട പോരായ്മകൾ എങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? നമുക്കിപ്പോ ഇതില് നമ്മളിപ്പോ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പോരായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ശരി മറുവശത്ത് ഉണ്ടായിരിക്കണം. ഇപ്പം അങ്ങനെ ഒരു മാതൃക ഇന്ന് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദുരന്തം ഇപ്പം നമ്മളിപ്പം വയനാട് നടക്കുന്ന ഇപ്പം റെസ്പോൺസ് നടക്കുന്നുണ്ട്, ആൾക്കാരുടെ അവിടെ ഇതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുള്ളതല്ല. പോരായ്മ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാതൃക നമുക്ക് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. മാതൃകയില്ല. അവിടെയാണ് ഈ 2015, 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കാണേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പൂർണ്ണമായിട്ട് ഈ കലാമിറ്റി റിലീഫ് ഫണ്ടിന്റെ മുമ്പ് കേന്ദ്ര സർക്കാർ മാർജിൻ മണി സ്കീം ഉണ്ടായിരുന്നു. പിന്നീട് കലാമിറ്റി റിലീഫ് ഫണ്ടായി മാറി. പിന്നീട് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നതിന് ശേഷം ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അങ്ങനെ പലതരം ഫൈനാൻഷ്യൽ സോഴ്സ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന 2005 സുനാമിക്ക് ശേഷമാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ നിയമം വന്നതിന് ശേഷമുള്ള അതിന്റെ ഗുണപരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശുചി പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നു. ഇപ്പൊ കേരളത്തിൽ KSDMA ഉണ്ട്, മഹാരാഷ്ട്രയിൽ MSD, അങ്ങനെ പല എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടാകുന്നു. ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങൾ അതാത് സ്റ്റേറ്റുകൾ രൂപപ്പെടുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഗൗരവകരമായ ഒരു കാര്യം, ഇപ്പോൾ 2090-കളിൽ നമ്മൾ ഈ എക്കണോമിക് ലിബറലൈസേഷൻ തുടങ്ങി. സ്റ്റേറ്റ് വിഡ്രോവൽ എന്ന് പറയുന്ന വലിയൊരു ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു, എല്ലാ സർക്കാരുകളും മുന്നോട്ട്. പക്ഷേ ദുരന്ത നിവാരണം ഒരിക്കലും സ്റ്റേറ്റ് വിഡ്രോവൽ അല്ല, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഒരു കണക്കിൽ ഗുണപരമായ ഇടപെടലാണ്. കാരണം ഒരു നിയമം മൂലം സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ സംരക്ഷിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യം. ഇപ്പൊ നമ്മളിപ്പോ ആരോഗ്യ മേഖലയിൽ പോലും ഒരു നിയമമില്ല. നാളെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ നഷ്ടമാണെന്ന് കരുതി പൂട്ടിയാൽ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് നിയമപരമായ വസ്തു അതൊരു മൊറാലിറ്റിയുടെയും ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാന്നുള്ളതല്ല, നിയമം മൂലം ചോദ്യം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരു നിയമപരമായ ചട്ടക്കൂടി കൊണ്ടുവരികയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി വരുന്നു. അതിനെ തുടർന്നിട്ട് ഓരോ സംസ്ഥാനങ്ങളും പഞ്ചായത്ത്, ജില്ലാ തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി ഫണ്ട് ചെലവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഒരു തരത്തിൽ ഇന്ത്യയിലെ ഈ എന്താ പറയാ, നമ്മൾ എപ്പോഴും പറയും ഇന്ത്യയിലെ ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികളാണ്, കൃഷിക്കാർ, എല്ലാം എന്താ പറയാ ദാരിദ്ര്യം ഉള്ളിടത്താണ് ഇത് കൂടുതൽ വരുന്നത്, അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ നോക്കും ഇന്ത്യയിലെ ദരിദ്രരായ എല്ലാ വർഷവും പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയാകുന്ന മനുഷ്യർക്ക് കിട്ടിയ ഒരു ഭരണഘടനാപരമായ അവകാശമായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. എന്നാൽ ഈ നമ്മൾ ഭരണഘടനാപരമായ അവകാശം ഉണ്ടെന്ന് പറയുമ്പോഴും അത് നടപ്പിലാക്കാൻ ഒരു സംവിധാനം വേണം, സ്റ്റേറ്റ് വേണം. ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രൂപീകരിച്ചിരുന്നില്ല. പല സംസ്ഥാനങ്ങളിൽ പതുക്കെ രൂപീകരിച്ചു. ഇപ്പം ഒഡീസ ഈ സർക്കാർ നിയമം വരുന്നതിന് മുമ്പേ തുടങ്ങി. 1999 സൈക്ലോൺ ശേഷം അവരവിടെ സ്ഥാപനങ്ങൾ ഉണ്ടായി. പിന്നീട് പല സംസ്ഥാനം കേരളത്തിലുണ്ട്. ഇതിന് ജില്ലാതലത്തിന് കോർഡിനേഷൻ, അതായത് ഗ്രാസ് റൂട്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, സ്റ്റേറ്റ്, സെൻട്രൽ ലെവൽ, ഇങ്ങനെയുള്ള ഒരു ക്രോഡീകരിക്കപ്പെട്ട ദുരന്ത നിവാരണം നടക്കുന്നു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പ്രത്യേക ആർമി സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതായത് അതോടൊപ്പം തന്നെ
ഫൈനാൻഷ്യൽ ഫ്ലോ. നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഫൈനാൻസ് കമ്മീഷൻ അതായത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഫണ്ട് അലോട്ട് ചെയ്യണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു സംസ്ഥാനങ്ങൾക്കും വലിയൊരു സാമ്പത്തിക ബാധ്യതയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം കേരളത്തിൽ നമ്മളിപ്പോ ചീഫ് മിനിസ്റ്റർ ഫണ്ടിലേക്ക് പൈസ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡിസാസ്റ്റർ റെസ്പോൺസിന് കഴിഞ്ഞ ഫൈനാൻസ് കമ്മീഷൻ അനുവദിച്ച പണമുണ്ട്. റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനങ്ങൾക്ക്, നിലവിൽ സംസ്ഥാനങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഗതിയല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നാമമാത്രമേ തുക മാത്രം. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ലെജിറ്റമസി, അഡ്മിനിസ്ട്രേറ്റീവ് ലെജിറ്റമസി, പൊളിറ്റിക്കൽ ലെജിറ്റമസി, ഇങ്ങനെ 3 കാര്യങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് മൂലം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുമ്പത്തെ നമുക്കൊക്കെ അറിയാവുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതായത് വകുപ്പുകൾ, അവിടെ കൃഷിയുണ്ട്, കൃഷിനാശം ഉണ്ട്, അവിടെ കൃഷി വകുപ്പ് ഇടപെടും. അങ്ങനെയുള്ള ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരണമായി. അതിനുശേഷം ഇപ്പോ ഒരു നിയമമുണ്ട്. ഈ നിയമം വെച്ച് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പോലെ നമുക്ക് ചോദ്യം ചെയ്യാം. ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ യൂണിയൻ ഗവൺമെന്റ് ഇടപെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരാതി നേരത്തെ വളരെ കാലമായിട്ട്. അത് ഈ ദുരന്ത നിവാരണത്തെ അത് ബാധിക്കുന്നില്ല എന്നാണ് മാഷ് പറയുന്നത്? അത് 2 തരത്തിലുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്പെഷ്യൽ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ്, സ്പെഷ്യൽ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസിന് ഈ പറഞ്ഞ അതൊരു ഫെഡറൽ നിയമമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഏറ്റവും അടുത്ത കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ ഫിനാൻസ് കമ്മീഷൻ സാധാരണഗതിയിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഒരു പുതിയൊരു മെത്തേഡ് അവതരിപ്പിച്ചു. അത് ഒരു സംസ്ഥാനത്ത് 30% അല്ലെങ്കിൽ ഇത്ര ശതമാനം ഏരിയ ഫ്ലഡ് അഫക്റ്റഡ് ആയ 15 പോയിന്റ് ഇങ്ങനെ പോയിന്റ് കൊടുത്തു. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെ റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് റിസ്ക് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഇൻഡെക്സിൽ മുകളിൽ വരുന്ന സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കാന്നുള്ളത് ഒരു ഫൈനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. എന്നിരുന്നാലും കേരളത്തിൽ പോലെ സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞ ഫെഡറൽ ചലഞ്ചുകളൊക്കെ നടക്കുമ്പോഴും ഈ ദുരന്ത നിവാരണ രംഗത്ത് സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക, ഈ 2 സംഗതികൾ ഒഴിച്ചു നിർത്തിയാൽ ഈ ഫെഡറൽ സംവിധാനം, അതാ ഞാൻ നേരത്തെ ആ ഒരു നിയമത്തിന്റെ ഒരു പിൻബലം ഉള്ളത് കൊണ്ടും ഈ നിയമത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് ഫിനാൻസ് കമ്മീഷൻ അലോക്കേഷൻ നടക്കുന്നത് കൊണ്ടും ഈ പുതിയ സംവിധാനം വരുമ്പോൾ കേരളത്തിൽ കുറച്ച് ഫണ്ട് കുറയുന്നുണ്ട്. എങ്കിൽ തന്നെയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഇന്ന് സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിലവിൽ പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ പിന്നെ നമുക്ക് മറ്റു വസ്തുത, ഇപ്പൊ കലാമിറ്റി റിലീഫ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പണം തരുമ്പോൾ നമുക്ക് 2018 ഉണ്ടാകും. ഇപ്പൊ ആർമിയുടെ ചെലവ് നമ്മൾ എടുക്കണം, നമ്മൾ അരി തരികയാണെങ്കിൽ ആ പൈസ അവര് കുറയ്ക്കും. ഇങ്ങനത്തെ ചില അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു നിശ്ചിത തുക ഇന്ന് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലുണ്ട്. അത് നമ്മൾ ഈ കോവിഡ് സമയത്ത് അത് കണ്ടതാണ്. കോവിഡ് സമയത്ത് ഈ കോവിഡിനെ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചല്ലോ കേന്ദ്ര സർക്കാർ. ആ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ടാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് പണം എടുത്ത് കോവിഡ് ആക്റ്റീവ് റെസ്പോൺസിന് ഇറങ്ങാൻ സാധിച്ചു. കേരളത്തിൽ ഇതിനെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് കളക്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുക. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നമുക്ക് ശരിയാണ്, ശിവു പറഞ്ഞ ശരിയാണ്, ഫെഡറൽ സംവിധാനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് DB പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ദുരന്ത നിവാരണത്തിൽ എന്താ പറയുക, താങ്ക്സ് ടു DMR നമുക്കിപ്പോ ചില സാധ്യത, അതാ നേരത്തെ പറഞ്ഞു, നമ്മള് ഒരു പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ ലിബറലൈസേഷന്റെയോ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെയോ ഒക്കെ പാത്രത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ദുരന്തം പോലുള്ള സംഗതികളിൽ സ്റ്റേറ്റിന് തിരിച്ചു വരാനുള്ള വലിയൊരു അവസരമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഒരു സ്റ്റേറ്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ നമ്മളൊരു ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്, കുറച്ചുകൂടെ ജനകീയമായ ഗവൺമെന്റ് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അത്തരം സ്റ്റേറ്റുകൾക്ക് ദുരന്ത നിവാരണ രംഗത്ത് തികച്ചും ഒരു വെൽഫെയർ സ്റ്റേറ്റ് മോഡൽ അവതരിപ്പിക്കാനുള്ള അനവധി സാധ്യതകളുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ ലോണായാലും നമുക്ക് എടുക്കാം, പലതരത്തിൽ ഫണ്ട് റേസ് ചെയ്യുന്ന സാധ്യത. ഈ സാധ്യതകളെ അതാ ഞാൻ പറഞ്ഞു, നമ്മൾ വെൽഫെയർ സ്റ്റേറ്റിൽ നിന്ന് മാറുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു രാജ്യത്ത് ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേറ്റിന് നിങ്ങൾക്ക് വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള നിയമപരമായ സാധ്യതകൾ ഈ പറഞ്ഞ ആക്ട് വഴിയുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് ആ സംസ്ഥാനത്തെ സർക്കാരുകളുടെ പൊളിറ്റിക്കൽ വില്ലായിരിക്കണം, അവരുടെ ഐഡിയോളജിക്കൽ പ്രിഫറൻസ്, നേരത്തെ പറഞ്ഞ ഇമാജിനേഷൻ ഓഫ് എ സൊസൈറ്റി, അങ്ങനെ പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി
രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ശിവു പറഞ്ഞ ഞാൻ യോജിക്കുന്നത്, നമുക്ക് ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേരളം പോലെ സംസ്ഥാനം പല സംസ്ഥാനം ഒഡീസ ചെയ്തിട്ടുണ്ട്, ആസാം കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സംവിധാനം അങ്ങനെ ആയതുകൊണ്ട്. അതെ, മാഷിപ്പോ ഒറീസനെ പറ്റി പറഞ്ഞു. റെസ്പോൺസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായി സൈക്ലോൺ കൊണ്ട് പൊറുതിമുട്ടുന്ന സംസ്ഥാനമായിരുന്നു ഒറീസ. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരുടെ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നതിൽ കണക്ക് ഇപ്പോൾ കുറഞ്ഞു വരുന്നു. അപ്പൊ അത് കാണിക്കുന്നത് അവരുടെ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അകത്ത് നടത്തിയ മാറ്റങ്ങളാണ്. നമ്മളിപ്പോ ഒഡീസ, ആസാം, നിങ്ങളിപ്പോ ആസാമില് എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സംസ്ഥാനം. അത് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഫൈറ്റാലിറ്റി റേറ്റ് കുറവാണ്, ഡെത്ത് റേറ്റ് കുറവാണ്. ഒഡീഷയിൽ സൈക്ലോൺ ഫാനി ഉണ്ടായി, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അവിടെ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്ന പേരാണ്. വളരെ കുറവാണ് ഡെത്ത് റേറ്റ്. അതായത് ആ സംവിധാനങ്ങൾക്ക് അതാണ് നമ്മളൊരു സംവിധാനങ്ങളെ അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ അഡാപ്റ്റേഷൻ നമ്മൾ പറയുന്നത്. ഒരു സംവിധാനത്തെ നിങ്ങൾ ആ ദുരന്തവുമായി പ്രതികരിക്കാൻ വേണ്ടി അതിനെ പ്രാപ്തരാക്കുക, അതിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയണം, പുതിയ സാധ്യത അഡാപ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഒഡീസയൊക്കെ നമ്മൾ വികസന സൂചിയിൽ കേരളമായിട്ട് താരതമ്യം കഴിയാൻ പറ്റുന്ന സെറ്റുമല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അഡാപ്റ്റീവ് ഗവേണൻസ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഈ ഒരു സാധ്യത അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. അതിന് നമ്മൾ ഈ കുറച്ചു കാലത്തെ കാര്യമൊന്നുമല്ല. അത്തരത്തിലുള്ള മാതൃകകളെ അവിടെ ഞാൻ പറഞ്ഞു. ഇപ്പൊ കേരളത്തിന്റെ ഒരു ക്രൈസിസ്, അത് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ തവണ വെൽഫെയർ സ്റ്റേറ്റ് പോളിസിയാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ഇടതുപക്ഷ സർക്കാർ വെൽഫെയർ സ്റ്റേറ്റ് ഐഡിയോളജി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രായോഗിക തലത്തിൽ വിമർശനം ഉണ്ടെങ്കിൽ കൂടി ഐഡിയോളജിക്കൽ സ്പേസ് അതാണല്ലോ. അങ്ങനത്തെ ഒരു സർക്കാർ, ആ സർക്കാരിന് പോലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ ഇമാജിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ നിയമത്തിന്റെ സാധ്യത തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതിനെ തന്നെ ചിലപ്പം കോൺട്രാഡിക്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് കേരളത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം. കാരണം ജനങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടില്ല, ഈ പറഞ്ഞ പൗരസമൂഹം പ്രയോജനപ്പെടുത്തിയിട്ടില്ല, സർക്കാർ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇതൊരു വസ്തുതയായിട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. അതേപോലെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസികളുടെ പങ്കാളിത്തം ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതുപോലെ തന്നെ ഓരോ സംസ്ഥാന തലത്തിൽ നിലനിൽക്കുന്ന ഈവൻ പിന്നെ വാട്ടർ അതോറിറ്റി, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘടകമാണല്ലോ. ഇതിന്റെ അകത്ത് സ്വാഭാവികമായിട്ടും കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അപ്പൊ ഇതിന്റെ അത് വയനാട് സ്പെസിഫിക് ആയിട്ട് തന്നെ ഈ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അറിയാൻ കഴിഞ്ഞിടത്തോളം ഈ ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് തലേ ദിവസം രാത്രി അവിടുത്തെ വാർഡ് മെമ്പർ ജനങ്ങൾക്കൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മഴ തീവ്രമായിരിക്കുകയാണ്, അപകട സാധ്യതയുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, മിക്കവാറും ആളുകൾ ആ നിർദ്ദേശം അനുസരിച്ച് എവിടെയും മാറി താമസിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നതിന്റെ അകത്ത് ഈ ഒരു അലേർട്ട് വാർണിംഗ്, ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായി കഴിയുകയും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും നമുക്ക് ദുരന്തത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നതെങ്കിലും ഒഴിവാക്കാവുന്ന സാധ്യത വയനാട്ടിൽ ഇപ്പൊ എടുത്ത് നോക്കുകയാണ്, നടന്നില്ല എന്ന് പറയേണ്ടി വരില്ല. തീർച്ചയായിട്ടും ശിവ പറഞ്ഞാൽ ശരിയാണ്. കാരണം ഇന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു 2017 ഈ സൈക്ലോൺ ഉണ്ടായപ്പോ അന്ന് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. തിരുവനന്തപുരത്തൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ജാഥ നടത്തുകയും സമരം ചെയ്തിരിക്കുന്ന അവസ്ഥ. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മുന്നോട്ട് വെച്ചൊരു ഭാഷ എന്ന് പറഞ്ഞാൽ IMD തന്ന ഡീപ് ഡിപ്രഷൻ എന്നാണ് ഉണ്ടായിരുന്നത്, സൈക്ലോൺ വാർണിംഗ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ഓതന്റിസിറ്റി ഓഫ് നോളജ് എന്ന് പറയുന്നത്, നിങ്ങൾ IMD ഒരു ഇൻഫർമേഷൻ തന്നാൽ അതിനെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിന്റെ വിവിധ തരത്തിലുള്ള ഇമ്പാക്ട് അസസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അന്നൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉപയോഗിച്ചത്. അവർ പറഞ്ഞത് സൈക്ലോൺ വാർണിംഗ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനുശേഷം അവിടെ ഇൻകോസ് എന്ന് പറഞ്ഞ സംവിധാനം വഴി മത്സ്യത്തൊഴിലാളികളുടെ ഫോണിലേക്ക് ഈ ഏർലി വാർണിംഗ് എത്തി. പക്ഷെ ഇന്നും ഈ മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഏർലി വാർണിംഗ് സംവിധാനങ്ങൾ
വളരെ ദുർബല. ഈ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നം ഏർലി വാർണിംഗ് ആണ്, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതാണ് പുതിയ പരാതി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വയനാട്ടിൽ ഈ ഏർലി വാർണിംഗ് എന്ന് പറയാം, ഏർലി ആക്ഷൻ എന്നും പറയും. ഇപ്പോ നമുക്ക് ഈ ഒരു ഇപ്പം മഴ കനക്കുന്നു, മഴയുടെ ഇന്റൻസിറ്റി കൂടുന്നു, മഴമാവിനികളുണ്ട്, പല പല സംവിധാനങ്ങൾ. അങ്ങനെ എത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ മഴ പ്രതിസന്ധിയിലാക്കുമെന്ന് തിരിച്ചറിയാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അവിശ്വസനീയമെന്ന് പറയാൻ കാരണം അത്രത്തോളം പണവും അറിവും ഈ മേഖലയിൽ കേരളം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏർലി വാർണിംഗ് സംവിധാനം, ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഈ സംവിധാനങ്ങൾക്ക് എന്ത് പറ്റും? ഒന്ന്. രണ്ടാമത്, ഈ ഏർലി വാർണിംഗ് സംവിധാനം ആരിലേക്ക് കൊടുക്കുന്നുള്ള വിഷയമുണ്ട്. ഇപ്പൊ നിങ്ങൾ ശിബു പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ അറിയുന്നുണ്ട്, ഇത് ജനങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നു ഇല്ല. പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടി അല്ലെങ്കിൽ പഞ്ചായത്ത് എത്രത്തോളം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ ഫോണിലേക്ക് ഓരോ 2-3 മണിക്കൂർ കിട്ടുന്ന മെസ്സേജുകൾ ഒഴിച്ചാൽ മറ്റൊരു ഏർലി വാർണിംഗ് സംവിധാനം ഇന്ന് കേരളത്തിലെ പൗരന്മാരുടെ എത്തുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അത് ഈ വെട്ടിമുടിയിൽ തീരെ എത്തിയില്ല. ഇപ്പൊ ഈ വയനാട്ടിൽ അങ്ങനെ ഏർലി വാർണിംഗ് എത്തിയിട്ടില്ല. ഈ ഏർലി വാർണിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ആക്ഷൻ കൂടിയാണ്. നിങ്ങൾ ദുരന്തം വരുമെന്നുള്ള അറിവ് കൊടുത്തിട്ട് മിണ്ടാതിരിക്കലല്ല, ഒരു അറിവ് കൊടുക്കുന്നു, അതിന് പുറകെ നടപടികൾ ഉണ്ടാകണം. അവിടെ ആൾക്കാരെ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. ഇങ്ങനെയുള്ള വാർണിംഗ് എന്ന് പറയുന്നത് പൗരന് കിട്ടുന്ന ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ മാറുക എന്നുള്ളത്. പക്ഷെ ഈ മാറുമ്പോൾ പൗരനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ വാർണിംഗ് കൊടുത്ത സംവിധാനങ്ങൾക്കുണ്ട്. അപ്പം ഏർലി ആക്ഷൻ ഇല്ലാത്ത ഏർലി വാർണിംഗ് പരാജയമാണ്. ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചത് ഇൻഫർമേഷൻ കിട്ടി, പഞ്ചായത്ത് മെമ്പർക്ക് പരിമിതികളുണ്ട് കാരണം. അപ്പൊ ഈ പരിമിതികളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം, മറിച്ച് ഇതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ റിസോഴ്സ് മിനിസ്ട്രി ഉണ്ട്, കേരളത്തിൽ ഒരുപാട് സംവിധാനം, കോർഡിനേഷൻ വലിയ നടക്കുന്ന സംവിധാനം, പോലീസ് ഉണ്ട്, ആർമി ഉണ്ട്, പല പല സംവിധാനം. ഇവിടെ ആരാണ് കോർഡിനേറ്റ് ചെയ്യുക? അതൊരു വലിയൊരു ചോദ്യം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പൊതുവെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ആരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ പറയും ജില്ലാ തലത്തിൽ ജില്ലാ ഭരണകൂടം എന്ന് പറയും. ജില്ലാ ഭരണകൂടത്തിന് ഇത് കഴിയുന്നുണ്ട്, പഞ്ചായത്തിൽ കഴിയുന്നുണ്ട്, സമൂഹത്തിന് കഴിയുന്നില്ല, പൗരസമൂഹത്തിന് കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ എന്താ പറയുക, കോർഡിനേഷൻ ഇല്ലായ്മയുടെ ഒരു വാക്വം ഓഫ് കോർഡിനേഷനാണ് പലപ്പോഴും ഇതിന്റെ ഒരു ദുരന്തത്തിലെ വ്യാപ്തി കൂടുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് മറുപടി എന്ന നിലയ്ക്കല്ല, മറിച്ച് ഈ ഏർലി വാർണിംഗ് സംവിധാനങ്ങളെ അതാത് പ്രദേശത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടും അത് കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തത അവിടെ ഉണ്ട്. ഇതിന് മറുവശമുണ്ട്. ജീവിക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ അവർ നിത്യേന കാണുന്ന പാരിസ്ഥിതിക മാറ്റങ്ങൾ, അതുപോലെ ഒരു മനുഷ്യൻ നമുക്ക് തന്നെ മനസ്സിലാവില്ല വെള്ളത്തിന്റെ ഒരു മഴയുടെ തോത്. ഇത് അറിഞ്ഞുകൊണ്ട് അവർക്ക് സ്വയം മാറാനുള്ള ഒരു സംവിധാനം അതൊന്നും കേരളത്തിലില്ല. പക്ഷേ നമ്മുടെ ഭൂമികളുള്ള നമ്മുടെ വൈകാരിക ബന്ധം പല പല കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് പൊതുവെ ഒരു സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് മാറാൻ കഴിയുന്ന ഒരു പൗരബോധവും നമുക്കില്ല എന്ന് പറയേണ്ടി വരും. അതൊരു സത്യം തന്നെയാണ്. ഇത് രണ്ടിന്റെയും ഒരു അഭാവം, ഒന്ന് സ്റ്റേറ്റിന്റെ ഒരു തരത്തിലുള്ള പരാജയമുണ്ട്, മറ്റൊന്ന് പൗരസമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെങ്ങനെയാണ് ദുരന്തത്തെ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളുള്ള ആത്മവിശ്വാസമല്ല, മറിച്ച് പ്രകൃതി ശക്തിയോടുള്ള ശക്തിയിലുള്ള ഒരു വിശ്വാസം ആണ് വേണ്ടത്. നമുക്ക് അങ്ങനെ മാറാൻ കഴിയും. അത് ഏർലി വാർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമല്ല, അതൊരു അവബോധം കൂടിയാണ്. നമ്മൾ ഒരു പൗരനെ പഠിപ്പിക്കേണ്ട, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ താമസിക്കുന്ന ഒരു പൗരന് കിട്ടേണ്ട പ്രാഥമികമായ അറിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയെ നിരീക്ഷിക്കുക. അവിടെ ഞാൻ ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ഇപ്പം കേരളീയം പോലുള്ള ഹോട്ടലുകൾ ഉണ്ടാവുന്നു, കമ്മ്യൂണിറ്റി മൂവ്മെന്റുകൾ, അവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ പൗരസമൂഹത്തിന് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന് വലിയൊരു പങ്കാളിത്തം അവിടെയാണ്. സർക്കാർ മാത്രമല്ല, മറിച്ച് ഈ പ്രകൃതി നിരന്തരം ഒരു നിരീക്ഷണത്തിലും അതിനൊന്നും അറിവുണ്ടാവുകയും സ്വയം മാറാൻ കഴിയുന്ന ആ മാറ്റത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ സംവിധാനമെങ്കിൽ മാത്രമേ ഇപ്പൊ പെർഫെക്റ്റ് ഏർലി വാർണിംഗ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ കേരളത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ വയനാട്ടിൽ കാണുന്നതും പെട്ടിമുടി കണ്ടതും കവളപ്പാറ കണ്ടതും ഒക്കെ തന്നെ ഈ ഒരു സംവിധാനത്തിന് അപര്യാപ്തതാണ്. സ്റ്റേറ്റും ഒരേ സമയം അതിന് കാരണമാകുന്ന നേരത്തെ പറഞ്ഞ പൗരസമൂഹവും വ്യക്തികളും ഒക്കെ തന്നെ ചേർന്ന ഒരു സംവിധാനത്തിൽ വരികയുള്ളൂ. ഇതിനോടനുസരിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ
ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, IMD ഉണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ഇവർ ഒരു ഇൻഫർമേഷൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നൽകുന്നു. അപ്പൊ അതിന് ആ ഒരു എമർജൻസി ആക്ഷനിലേക്ക് പോകാൻ ആ സംവിധാനമാണ് തയ്യാറെടുക്കേണ്ടത്, ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടി. അപ്പൊ ഇതിന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണല്ലോ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന്, NDRF ഉണ്ട്, പോലീസ്, അഗ്നിശമന സേന, അങ്ങനെ പല വിഭാഗങ്ങൾ, ആരോഗ്യ വിഭാഗം ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം പെട്ടെന്ന് ഒരു എമർജൻസി ബേസിൽ ആക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പും അതിനുള്ളൊരു സംവിധാനവും ഈ ദുരന്ത ബാധിത മേഖലയ്ക്ക് അടുത്ത് ഏറ്റവും സമയം വൈകാതെ ഇടപെടാൻ ഉണ്ടാവണം. അപ്പൊ എന്റെ ഒരു സംശയം, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള എനിക്ക് ഒരു സംശയം ഉള്ളത്, നമുക്ക് അറിയാം മഴക്കാലത്ത് പ്രത്യേകിച്ച് വയനാട് പോലത്തെ അല്ലെങ്കിൽ ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിൽ സ്വാഭാവികമായി, അല്ലെങ്കിൽ മറ്റു ജില്ലകളുടെ ഇവര് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മാപ്പിംഗ് നടത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സാധ്യതയെ മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ഒരു സേനയെ സജ്ജമാക്കി നിർത്തുന്നത് പ്രായോഗികമല്ലേ? തീർച്ചയായിട്ടും. കുറച്ച് നമ്മൾ മുന്നോട്ട് പോയി 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നമ്മള് കേരളത്തിന്റെ സ്വന്തം ആർമി എന്ന് നമ്മൾ അവതരിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ അവർ മുന്നോട്ട് വന്നു. അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ സന്നദ്ധരായ ചെറുപ്പക്കാർക്ക് ഈ ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന പ്രായോഗിക പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അതൊരു കമ്മ്യൂണിറ്റി വോളണ്ടിയർ ഗ്രൂപ്പ് അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള സംവിധാനം നടന്നിട്ടുണ്ട്. അത് കുറെയൊക്കെ നടന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് ഒരു പക്ഷെ നടക്കാം. മറ്റൊന്ന് ശിവു പറഞ്ഞതുപോലുള്ള അതാ ഞാൻ ഇപ്പൊ ഏതൊരു ദുരന്തവും ഉണ്ടാകുമ്പോൾ ഇതൊരു ക്യുമുലേറ്റീവ് പീരീഡ് നമ്മൾ പറയും. ഇപ്പം 2 ദിവസം മുമ്പുണ്ടായാലും മുമ്പേ ഇത് ഇപ്പൊ നമ്മൾ കണ്ടത്, ഇപ്പം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള ഒരു ആശയ സംവാദം നടക്കുന്നുണ്ട്. ആരാണ് പറഞ്ഞത് ശരി, ആരാണ് പറഞ്ഞത് തെറ്റെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ശരിയും തെറ്റുമല്ല വിഷയം, മറിച്ച് ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ. ഇപ്പൊ നിങ്ങൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കൊടുത്ത് ഹെവി റെയിൻ ഉണ്ടാവുന്ന ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുന്ന ആരും പറയാറില്ല. ഹെവി റെയിൻ, ഈ ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ ഡിസാസ്റ്റർ പ്രോൺ ദുരന്ത ബാധിത പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചാൽ കിലയുടെ റിപ്പോർട്ട് മേപ്പാടി പഞ്ചായത്ത് ദുരന്ത ബാധിത മേഖലയാണ്. ഇത്തരം റിപ്പോർട്ടുകളൊന്നും തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തു. മറിച്ച് ശിവു പറഞ്ഞ പോലെ സംവിധാനങ്ങൾക്ക് കഴിയും. നമുക്ക് ആർമിയെ അവിടെ സജ്ജീകരിച്ചെത്താം. ഈ ആർമിയെക്കാളും മുമ്പേ തന്നെ നമുക്ക് കഴിയുന്നത് ലോക്കൽ പോലീസാണ്. ലോക്കൽ പോലീസ് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അതിന് വേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സമയം വേണം. ഇന്ന് തൃശ്ശൂരിൽ വാണിംഗ് സംവിധാനം ഉണ്ടാവുന്ന ആൾക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് ഇത് ഈ പെട്ടിമുട്ടി ഇവിടെ വയനാട് ഉണ്ടായ റിഫ്ലക്ഷനാണ്. ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ഇതേ സമയത്ത് ഈ മേഖലകളിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇടപെടാമോ? ഈ മേഖലകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആയിട്ട് മാപ്പ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ പോലീസ് സംവിധാനങ്ങൾ, പിന്നെ പഞ്ചായത്ത്, ജനങ്ങൾ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിൽ എത്രത്തോളം വിജയിക്കും അത്രത്തോളമാണ് നമ്മൾ ആദ്യം പറഞ്ഞ മിറ്റിഗേഷന്റെ സാധ്യത അല്ലെങ്കിൽ ഏർലി വാർണിംഗിന്റെ സാധ്യത. പിന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ വിളിക്കുന്നത് ഞങ്ങൾക്ക് നിയമപരമായ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഉണ്ട്. നിങ്ങൾ ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ട ഉടനെ വിടണമെന്നൊന്നുമില്ല. അതിനൊക്കെ ആവശ്യപ്പെടാം. പക്ഷെ അതിനെ ആവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ പ്രിപ്പയർഡ്നെസ്, നിങ്ങൾ പ്രിപ്പയർഡാണ്, നിങ്ങൾ തയ്യാറാകുക. ഈ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ വ്യക്തി മാത്രമല്ല, സംവിധാനങ്ങളും തയ്യാറാകണം. ഈ സംവിധാനങ്ങളിലെ തയ്യാറാകലെന്ന് പറഞ്ഞാൽ ഒരു ദുരന്ത സാധ്യതകളെ മിനിമം ഒരു 48 മണിക്കൂർ ഒരു 32 മണിക്കൂർ മുമ്പേ എങ്കിലും കാണാൻ. ഇപ്പൊ ഫാനി 2004 ഒറീസ സൈക്ലോൺ ഉണ്ടായപ്പോൾ 40 മണിക്കൂറിനുള്ളിൽ അവർ ആൾക്കാർ ഒഴിപ്പിച്ചവിടെ അത് കാണാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് കേരളം പോലെ ഇത്രയും വലിയ വൈജ്ഞാനികമായ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ തീർച്ചയായും വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഡിസാസ്റ്റർ അതോറിറ്റിക്ക് പോലും എന്തുകൊണ്ട് ഇതിനെ ഈ ഒരു പ്രതിസന്ധിയെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? അങ്ങനെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ശിവു പറഞ്ഞ ഏർലി വാർണിംഗിന് അല്ലെങ്കിൽ ആർമിയോ NDRF ഡിപ്ലോയ് ചെയ്യേണ്ട സാധ്യതകൾ തന്നെയില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഇതിന്റെ നമ്മൾ ഹസാർഡ് എക്സ്പോർട്സ് എന്ന് പറയും, ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ സാധ്യത കാണാൻ കഴിയണം. മഴ കടുക്കുന്നു എന്ന് ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ട് കേരളത്തിൽ ഇടപെടൽ നടന്നില്ല? അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ കത്തെഴുത്തല്ലേ നടക്കുന്നത്? അതല്ലല്ലോ, മറിച്ച്
ഒരു സംവിധാനത്തെ മുൻകൂട്ടി കാണാനും ദുരന്തത്തിന്റെ സാധ്യത മുന്നോട്ട് കണ്ട് അതിനുവേണ്ടി ഇടപെടൽ നടത്താൻ ഒരു സ്റ്റേറ്റ് ഒരു സംവിധാനം എന്നാണോ പ്രാപ്തമാകുന്നത് അപ്പോഴും മാത്രമേ നമ്മൾ പറഞ്ഞ പോലുള്ള ഇത്തരം സംവിധാനങ്ങളെ അതാ സ്ഥലത്ത് എത്തിക്കാനും ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ ഇനി കേരളത്തിൽ ശ്രദ്ധിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ല, മറിച്ച് ഇപ്പൊ നമ്മൾ അറിയാലോ ഒരു പാലം നഷ്ടപ്പെട്ടപ്പോ കുറെ ഗ്രാമങ്ങൾ വില്ലേജുകളാണ് ഭൂമിയിൽ ഇല്ലാതെ. അപ്പൊ അങ്ങനെ ഒരു പ്രദേശം കേരളത്തിൽ ഉണ്ട് എന്ന് അറിയുന്നത് പോലും ഇപ്പോഴും. അപ്പൊ അവിടെ നമ്മൾ എന്ത് വാണിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, എന്താണ് അവർക്ക് കൊടുക്കുന്നത്? അപ്പൊ ഇതൊരു നമ്മൾ പൂർണ്ണമായിട്ട് സ്റ്റേറ്റിനെ കുറ്റപ്പെടുത്താന്നുള്ള ലൈനല്ല, മറിച്ച് ഈ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്ന ഒരു ഒരു വലിയ സാധ്യതകളെ അതുമായിട്ട് എൻഗേജ് ചെയ്യാനും അത് ഈ ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസിന്റെ തയ്യാറാകൽ ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ശിവു പറഞ്ഞതുപോലെ നമുക്കൊരു ഇവരെ എല്ലാം സജ്ജമാക്കി നിർത്താനും ദുരന്തത്തിന് ആഘാതം കുറയ്ക്കാനും കഴിയുള്ളൂ. കേരളത്തിന്റെ 2018 ശേഷം ഉണ്ടായി കമ്മ്യൂണിറ്റി വോളണ്ടിയർ വലിയൊരു സാധ്യതയായി. പക്ഷെ പിന്നീട് നമ്മൾ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിനെ മൊത്തത്തിൽ കുറേയൊക്കെ എനിക്കൊന്ന് രാഷ്ട്രീയവൽക്കരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറെ ഭരണ പാർട്ടികൾ എടുക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യുന്നു. അതല്ലാതെ ഒരു പുതിയ ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷൻ, ഒരു ഒരു സമുദായ കൂട്ടായ്മ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരെ മുന്നോട്ട് വേണ്ട ഒരു സംവിധാനം തുടങ്ങി വെച്ചു. അത് മുന്നോട്ട് പോയില്ല. എല്ലാ പദ്ധതികളും കേരളത്തിൽ പരാജയപ്പെടുന്ന പോലെ അതും പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണല്ലോ ഇതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത്. പലപ്പോഴും അവർക്ക് അതിന് കഴിയാതിരിക്കാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് സോണേഷൻ മാപ്പിംഗ് കൃത്യമായി ചെയ്യാതിരിക്കുക, അത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ പ്ലാൻ മാനേജ്മെന്റ് പ്ലാൻ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ ഈ പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്ഷനെ ബാധിക്കുന്നതായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ പഴയ പ്ലാനാണ് കിടക്കുന്നത്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ഇതില് നിങ്ങളിപ്പോ പെട്ടിമുടി ലാൻഡ് സ്ലൈഡ് എത്ര ഉണ്ടായ ദുരന്തത്തെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഈ പറഞ്ഞ വെബ്സൈറ്റിലില്ല. പല ദുരന്തങ്ങളെ കുറിച്ച് കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ഇൻഫർമേഷനുകളും ഈ പറഞ്ഞ വെബ്സൈറ്റിലില്ല. നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഈ ഒരു ശിവു പറഞ്ഞ തന്നെ ശരി, അതായത് ഇതിനൊരു നിങ്ങളോട് യോജിക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഈ പറഞ്ഞ എമർജൻസി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നത് കഴിയാത്ത കാര്യമല്ല. ഇപ്പൊ ഇത് അവർ അവകാശപ്പെടുന്ന അവർ ചെയ്തെന്നാ പറയാം. ഇത് നമ്മൾ ഒരു ഡിസാസ്റ്റർ മാപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞത് വലിയ സാങ്കേതിക വിദ്യയും അറിവും വേണ്ട ഒരു സംഗതിയല്ല. ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് അവരെ കൊണ്ട് ഉണ്ടാക്കാവുന്ന സംഗതിയാണ് DM പ്ലാൻ എന്ന് പറഞ്ഞത്. അതിന്റെ ടെംപ്ലേറ്റ് വളരെ സുതാര്യം, അല്ല നമ്മൾ വളരെ ദുരൂഹമായ ഒരു സംവിധാനമല്ല. DM പ്ലാൻ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്. ഇതല്ലാതെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഫോർമാറ്റ് ഉണ്ടാക്കണം. ഇതിന് ഒരു പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഇന്നലെ ഒരു ചാനൽ കാണിക്കുന്ന ഒരു സ്കൂളിലെ കുട്ടികള്, ആ സ്കൂള് പൂർണ്ണമായിട്ട് തകർന്നു. അവര് ആ പ്രദേശത്തെ ഭൂമിയെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഇപ്പൊ ഷിബുവിന് നിങ്ങളുടെ പ്രദേശത്തെ ഏതൊക്കെ നദികൾ, പുഴകൾ അല്ലെങ്കിൽ മരങ്ങൾ, റോഡുകൾ ഒക്കെ അറിയാം. അതിന് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്ന പടം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടാക്കി. ഇതിന് വലിയൊരു സാങ്കേതിക പരിജ്ഞാനം വേണ്ട സംഗതിയല്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇതിനെ വലിയ ദുരൂഹവൽക്കരിച്ച് വലിയൊരു വൈജ്ഞാനികമായ എന്തോ വലിയൊരു പ്രോസസ്സായി മാറിയിട്ട്. അതുകൊണ്ട് ഇപ്പൊ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ധാരണ ഇത് അതോറിറ്റിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ വലിയ എഞ്ചിനീയറിംഗ് ടെക്നോളജിക്ക് ഉണ്ടാക്കാം, അങ്ങനെയല്ല. ഇത് നമുക്കുണ്ടാക്കാം, ഒരു പഞ്ചായത്തിന് ഉണ്ടാക്കാം, പഞ്ചായത്തിലെ പ്രാദേശിക സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കാം. അതനുസരിച്ച് അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ DM ആക്ടിൽ ഈ പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് എമർജൻസി ഓപ്പറേറ്റീവ്സ് തിരുവനന്തപുരത്തിരിക്കുന്ന സ്ഥാപനം മാത്രമല്ല ഇതിന്റെ ഒരു ഏജൻസി. അവര് ബ്യൂറോക്രസിയായി മാറി. വളരെ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപനം വലിയൊരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറായി മാറി, വളരെ സെൻട്രലൈസ് ആയ ഒരു പദ്ധതികളായി മാറും. അവർ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കാം. എന്നാൽ ദുരന്തം എന്ന് പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ പ്രശ്നമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ഈ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കാം. അതായത് നേരത്തെ പറഞ്ഞ റീബിൽഡ് കേരള അല്ലെങ്കിൽ റെസിലിയൻ കേരള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, ന്യൂ കേരള, നവകേരളം എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ആശയം ആയിക്കോട്ടെ. പക്ഷെ
ഈ പ്രാദേശിക തലത്തിൽ ഈ എമർജൻസി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം. ഇപ്പൊ നമുക്ക് IMD വാണിംഗ് വരുന്നു, നേരെ കളക്ടറേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കളക്ടറേറ്റിൽ നിന്നും പഞ്ചായത്ത് തലങ്ങളിൽ കൊണ്ട് തീർന്നു. മറിച്ച് ഈ അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജനകീയമായ സംവിധാനമാണ്. ഇതിന് വലിയ വലിയ അറിവ് വേണം, ശരിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അറിവ് വേണ്ട, ദുരൂഹമായ വലിയ അറിവ് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഷിബുവിനും കേരളീയത്തിനും നിങ്ങളുടെ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു 2018 കുളൂർ പഞ്ചായത്തിലൂടെ നിങ്ങൾ സർവേ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചെയ്യാം. ആ സർവേ അംഗീകരിക്കാൻ പഞ്ചായത്തിനും കഴിയും, മുനിസിപ്പാലിറ്റിക്ക് കഴിയും, സംസ്ഥാന സർക്കാരിന് കഴിയും. എന്തുകൊണ്ട് ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് എന്താ പറയാ അവസരങ്ങളെ, അഡ്മിനിസ്ട്രേറ്റീവ് ചാൻസസുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞപ്പം നമ്മളിപ്പോ ഏർലി വാർണിംഗ് സിസ്റ്റം, എമർജൻസി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലുള്ള കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ലാതെ വലിയൊരു ഏകദേശം ആ ലെവലിലാണ് കാര്യങ്ങൾ. മറിച്ച് ഇതൊരു ഒരു ഗൗരവമായ സംവിധാനമായി മാറി. ആ രീതിയിൽ ഇടപെടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങളെ കുറെ കൂടെ ഡീസെൻട്രലൈസ് ചെയ്യാം. നമ്മളിപ്പം കേരളം ഒരു ഡീസെൻട്രലൈസ്ഡ് അധികാര വികേന്ദ്രീകരണത്തിന്റെ മാതൃക എന്നൊക്കെ പറയുമ്പോഴും ദുരന്ത നിവാരണത്തിൽ നമ്മൾ അധികാര വികേന്ദ്രീകരണം കാണും, കേന്ദ്രീകൃതം കാണും. അതല്ല, പഞ്ചായത്തുകളും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഈ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ജനകീയമായ ഇടപെടലിനെ കുറിച്ചിട്ട് വലിയ ചർച്ചകളും അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പല ഘട്ടങ്ങളായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇൻവോൾവ്മെന്റ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിനുള്ള ഒരു ജനകീയ ഇടപെടലിനുള്ള ഒരു വലിയ സാധ്യത ഇന്ന് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ എമർജൻസി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കാണാൻ കഴിയൂ. ഇല്ലെങ്കിൽ നാളെ ഇത് തന്നെ നടക്കും. ഇപ്പൊ 17 ഓക്കി സൈക്കിൾ ഉണ്ടായപ്പോൾ അതിനെ മറികടന്നു. 18 വെള്ളപ്പൊക്കം നമ്മൾ ദുരന്തമുണ്ടായി. 18 പെട്ടിമുടി നിങ്ങൾക്ക് അറിയാതെ, പെട്ടിമുടിയിൽ രാവിലെ 7 മണിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു JCB ഒരാളെ വിളിച്ചപ്പോഴായിരുന്നു അവിടെ ഇത്രയും മനുഷ്യർ മൂടിക്കെട്ടുന്നത്. ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് നമ്മൾ കാണേണ്ടത്, നേരത്തെ പറഞ്ഞാൽ ഈ പെട്ടിമുടി 924 ലാൻഡ് ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ കൂലി ലയങ്ങൾ എന്നാ പറയുന്നത്, ഇന്നും ആ ലയം തന്നെയാണ്. അപ്പൊ ഈ ഒരു 100 വർഷം കൊണ്ട് നമുക്ക് നേടാൻ കഴിയാത്തത് അടുത്ത 5 വർഷം കൊണ്ട് നേടിയെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇത് ഒരു എമർജൻസി ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അല്ല, മറിച്ച് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്മ്യൂണിറ്റി എന്നാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വൾനറബിൾ പോപ്പുലേഷൻ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം, അല്ലാതെ ഒരു കേന്ദ്രീകൃതമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമല്ല. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും തികച്ചും കേന്ദ്രീകൃതമായ ഒരു ഓപ്പറേറ്റീവ് മെക്കാനിസം ആണ്. അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് ഉള്ളിലുള്ളവർക്ക് പറയാം, പക്ഷെ പുറത്തു നിൽക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് അത് അത്രത്തോളം ഒരു എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. അത് ഒരു വസ്തുത തന്നെയാണ്. അവസാനം ഒരു കാര്യം കൂടി മാഷോട് ചോദിക്കട്ടെ. നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിൽ മനുഷ്യന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. പക്ഷെ ഇതിനെ പലപ്പോഴും നോക്കിക്കാണുന്ന ഒരു രീതി, ഭരണകൂടങ്ങളും പല സമൂഹങ്ങളും നോക്കിക്കാണുന്നത് കാലാവസ്ഥ പ്രതിസന്ധി എന്നുള്ളത് ഒരു ആഗോള പ്രതിഭാസമാണ്. അതിന്റെ അകത്ത് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള അവസരങ്ങൾ കുറവാണ് എന്ന രീതിയിലൊരു ഒരു വിശദീകരണം പലപ്പോഴും കേൾക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് UN നടത്തുന്ന കാലാവസ്ഥ സമ്മേളനങ്ങളിൽ, ആഗോള സമ്മേളനങ്ങളിൽ 3ാം ലോക രാജ്യങ്ങൾക്ക്, അവരാണ് ഈ കാലാവസ്ഥ പ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദികൾ എന്ന രീതിയിൽ 3ാം ലോക രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങളും കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊരു ആഗോള പ്രതിഭാസമായിരിക്കെ തന്നെ ലോക്കലായിട്ട് നമ്മുടെ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അതൊരു എനിക്ക് തോന്നുന്നത് വളരെ ഗൗരവമായ ഒരു ചോദ്യം. കാരണം ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു നമുക്കൊന്നും ചെയ്യാനില്ല, ആഗോള ഒരു കാലാവസ്ഥ വ്യതിയാനം ബന്ധപ്പെട്ട ആഗോള പ്രശ്നമാണ്. നമ്മൾ ശരിയാണ്. ഇപ്പം ഈ ലോകത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെ ഇരകൾ എന്ന് പറയുന്നത് ഈ വികസിത രാജ്യങ്ങളല്ല, അവികസിത രാജ്യങ്ങളാണ്. അവരുടെ കൃഷിക്കും ജോലിക്കും സമ്പത്തിനും ഒക്കെ തന്നെ വലിയ വലിയ പ്രതിസന്ധികൾ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട ഈ കാലാവസ്ഥ കാലാവസ്ഥ പഠനങ്ങൾ, കാലാവസ്ഥ വ്യതിയാനത്തിന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ മെത്തേഡാണ്. ശരിക്കും പറഞ്ഞാൽ 1ാം ലോക രാജ്യങ്ങൾ, ഉപഭോഗ രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുന്നോട്ടേക്കുമ്പോൾ ഇരകളാക്കപ്പെടുന്നത് ഈ പറഞ്ഞ പോലുള്ള 3ാം ലോക രാജ്യങ്ങളാണ്.
അതേസമയം തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് തീർച്ചയായിട്ടും, പക്ഷെ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതിനൊരു ഗ്ലോബൽ സ്പേസ് ഉണ്ടെങ്കിലും ഈ ക്ലൈമറ്റ് ആക്ഷൻ നടക്കേണ്ടത് പ്രാദേശിക തലങ്ങളിലാണ്. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം മൂലം ശരിയാണ് ഇപ്പൊ എൽനിനോ എഫക്ട് ഉണ്ടാവുന്നു. കേരളത്തിലെ മഴയുടെ ഇന്റൻസിറ്റി, കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഇന്നിപ്പോ ഡൽഹിയിൽ മഴ പെയ്യും, പിന്നെ കർണാടക, കേരളത്തിൽ ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ തന്നെ വലിയ രീതിയിൽ ഈ കാർഷിക മേഖല കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ക്രോപ്പ് പ്രൊഡക്ഷൻ നഷ്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രാദേശികമായിട്ട് നടത്തേണ്ട ഒരു ഇടപെടൽ കൂടിയാണ്. ഈ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിന് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ശിവനൊക്കെ അറിയാൻ പറ്റും, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ ഫൈനാൻഷ്യൽ സംവിധാനങ്ങൾ ഈ വൻകിട രാജ്യങ്ങൾ, മൂന്നാലോ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ക്ലൈമറ്റ് ആക്ഷൻ, ആ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ലോക്കൽ ആക്ഷൻ, ആ ലോക്കൽ ആക്ഷനുകൾക്ക് വലിയ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യതയും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരു കണക്കിന് ഈ പറഞ്ഞ നമ്മളിപ്പോ ഇപ്പൊ ഈ വയനാട്ടിലെ ഈ വെള്ളപ്പൊക്കത്തിന് പല കാരണങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഈ വികസന സംവിധാനങ്ങളാവാം, ക്ലൈമറ്റ് പാറ്റേണിലുണ്ടായ വ്യത്യാസമാകാം, എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഒരു കാരണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ആഗോളതാപനം ഇതിന്റെ പുറത്തു പഴിചാരി പ്രാദേശികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മറികടക്കാൻ പാടില്ല. അപ്പൊ നിങ്ങളിപ്പം ഇതിന് കാരണം കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിന് ഒരു ഉത്തരവാദിത്തങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കേണ്ടത് ഇപ്പൊ നല്ല അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച നടത്തിയിട്ട് മാത്രമല്ല, മറിച്ച് ഇവിടെ നമ്മുടെ ഉദാഹരണത്തിന് വനസംരക്ഷണം, ഇത് ക്ലൈമറ്റ് ആക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രാദേശിക തണ്ണീർത്തട സംരക്ഷണം, ഇതൊക്കെ ക്ലൈമറ്റ് ആക്ഷൻ. ഇപ്പൊ കേരളത്തില് ഒരു ക്ലൈമറ്റ് ആക്ഷൻ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഇടപെടൽ എന്ന് പറയുന്ന ഒരു സർക്കാർ പദ്ധതി ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും ഇപ്പൊ സുസ്ഥിര വികസനത്തെ കുറിച്ചിട്ട് 1987 ബ്രെഡ് ലൈൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. 90കളിൽ ലോകം ആഗോളവൽക്കരണത്തിലേക്ക് പോയി. ഈ 90കൾക്ക് ശേഷം സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു സർക്കാരുകളും അവരുടെ ഉത്തരവാദിത്തമായി എടുത്തിട്ടുള്ള സംഗതിയല്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ പൗരസമൂഹങ്ങൾ, ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ തന്നെ ഒരു അജണ്ടയായിട്ട് വെക്കാറാണ്. ഈ അജണ്ട നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സുസ്ഥിര വികസനത്തെ കുറിച്ച് നമ്മൾ ചർച്ച മുന്നോട്ട് വയ്ക്കുക, അതേസമയം തന്നെ വികസനത്തിൽ നമ്മൾ യാതൊരുത്തരത്തിലുള്ള ഇടപെടലുകൾക്കും തയ്യാറാകാതിരിക്കുക. ഈ ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം അതാത് സമൂഹത്തിനും സർക്കാരുകൾക്കുമാണ്. അവിടെ നമ്മൾ അമാന്തം കാണിച്ചിട്ട് അവിടെ നമ്മൾ വേണ്ടത്ര പദ്ധതികളില്ലാതെ ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന ഒരു ഒറ്റ കാരണത്തിലേക്ക്, അത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഫിനാൻഷ്യൽ ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് പരിഹാരം ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് വരുന്നു, അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ ആഗോള കാർബൺ ട്രേഡിംഗ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വരുന്നു. അപ്പോൾ ആഗോളപരമായ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ പ്രാദേശികപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും. ഇപ്പൊ കേരളത്തിൽ നമ്മൾ പറയുന്നത് ഈ ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സിൽവർ ലൈൻ വന്ന കാർബൺ എമിഷൻ കുറയും. അത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ ബുള്ളറ്റ് ട്രെയിൻ മാത്രമല്ല ഈ കാർബൺ ബേസ് കണ്ടെത്തിയാൽ കാർബൺ എമിഷനെ കുറയ്ക്കാനുള്ള സാധ്യതകൾ, വനവൽക്കരണം ഒരു സാധ്യതയാണ്, ഗ്രീൻ ഡെവലപ്മെന്റ് സാധ്യതയാണ്. ഈ സാധ്യതകളെയൊക്കെ മറിച്ചു വെച്ചിട്ട് ഇപ്പൊ അതായത് നമ്മൾ പലപ്പോഴും ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ഉപകരണമായി മാറിയിട്ടുണ്ട്. അത് ശരി, അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഇതൊരു സത്യമാണ്, ഇത് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് ആക്ഷൻ, ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രാദേശിക ഇടപെടലുകൾ, സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു സമൂഹം ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തോട്, എല്ലാ കാലാവസ്ഥ വ്യതിയാനത്തിനോടും എന്താ പറയാ, ആരോപിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. പ്രാദേശികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സമൂഹം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം ഇതിനെ കാണാൻ. അതല്ലാതെ ഒരു ഒറ്റ കാരണത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അതിന് സാധ്യതയില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താലും മഴ ഉണ്ടാവുമെങ്കിൽ, ആഗോള താപനം മൂലം മഴ ഉണ്ടാകുമെങ്കിൽ നമ്മൾ തണ്ണീർത്തട സംരക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ അദ്ദേഹത്തിൽ വീട് വയ്ക്കുന്നതായിരിക്കുന്നല്ല, അദ്ദേഹത്തിന്റെ ഫാക്ടറി തുറക്കുന്നതായിരിക്കുന്നല്ല. ഈ ഒരു ലോജിക്കിലേക്ക് നമ്മൾ പലപ്പോഴും പോകാൻ ഈ ഒരു എന്താ പറയുക, ഒരു നിരീക്ഷണം കാരണമായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതല്ല
ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കാണാനും ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക യുക്തി കാണാനും ഇതുമൂലം ഇതിന്റെ പിന്നിലുള്ള സാധ്യതകൾ, പ്രാദേശിക സാധ്യതകൾ കാണാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആഗോളതാപനമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഇതിലെ ഒരു തലത്തിൽ ഇതിന് ഭാഗവാക്കല്ലാത്ത ഇരകളാക്കപ്പെട്ട ഒരു വലിയ വിഭാഗം സാധാരണ മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആഗോളതാപനമല്ല പ്രശ്നം, സർക്കാരാണ് പ്രശ്നം, ഒരു മുന്നിലുള്ള സർക്കാരാണ് പ്രശ്നം, സമൂഹമാണ് പ്രശ്നം, നിലവിലുള്ള പരിസ്ഥിതിയാണ് പ്രശ്നം. അതിനെ നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങൾക്കിത് ആഘാതം കുറയ്ക്കാം. ആദ്യം അതല്ലേ വേണ്ടതല്ല. നമ്മളിപ്പോ ക്ലൈമറ്റ് ചേഞ്ച് പറയും, നേരത്തെ വന്ന ക്ലൈമറ്റ് ആക്ടിനെ കുറിച്ച് ആരും വേണ്ടില്ല. അതിനുള്ള ഇടമുണ്ടല്ലോ. അതെവിടെ, ആ സ്പേസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് ഒരു മറുപടി ഒന്നുമില്ല, സർക്കാരിനും ഇല്ല. നമുക്ക് അതാ നേരത്തെ റെസിലിയൻ കേരള ഇനിഷ്യേറ്റീവ് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് റെസിലിയൻ കേരള എന്നാ പറഞ്ഞത്. അങ്ങനെയായിരുന്നെങ്കിൽ അതിന് ഇടപെടൽ ഉണ്ടാകണ്ടേ? അങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും സാധാരണ മനുഷ്യരുടെ ജീവനാണ് ഓരോ ദുരന്തത്തിലും നമുക്ക് നഷ്ടമാവുന്നത്. ഇനിയും ഒരു ദുരന്തത്തെ താങ്ങാൻ കേരളത്തിന് ശക്തിയില്ല. നമുക്ക് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ദുരന്ത ലഘൂകരണ നടപടികൾ വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകേണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ ഇർഷാദ് നമ്മളോട് പങ്കുവച്ചത്. നിലനിൽക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ സാമ്പത്തിക യുക്തിക്കനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും യഥാർത്ഥ ദുരന്ത നിവാരണത്തിലേക്കോ മിറ്റിഗേഷനിലേക്കോ എത്താൻ കഴിയില്ല. മാത്രവുമല്ല, അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സമൂഹങ്ങൾക്ക് കഴിയണം, പ്രാദേശിക ഭരണകൂടത്തിന് കഴിയണം. ലോക്കലായിട്ടുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ആഗോളതലത്തിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധി എന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇത്രയും നേരം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും ഞാനും കേരളീയത്തോടും നന്ദി പറയാം. കാരണം പലപ്പോഴും നമ്മളുടെ ഒരു കേരളത്തെ കുറിച്ചിട്ടുള്ള എല്ലാവിധ പഠനങ്ങൾക്ക് ഞാൻ ആദ്യം റെഫർ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കും കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാന നിലയ്ക്കും നിങ്ങളോട് സഹകരിക്കാൻ കഴിഞ്ഞ വളരെ നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു.